करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायम् അതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഋഷഭദേവൻ്റെ ചരിത്രം നമ്മൾ നേരത്തെ അനുസ്മരിക്കുകയുണ്ടായി. ഋഷഭദേവൻ്റെ 100 പുത്രന്മാരിൽ മൂത്ത ആളാണ് ഭരതൻ. ഭായിൽ രതി ഉള്ളതുകൊണ്ടാണ് ഭരതൻ എന്ന പേര് വന്നത്. ഭ എന്ന് പറഞ്ഞാൽ ആത്മപ്രകാശം. ആത്മപ്രകാശത്തിൽ എന്തെന്നില്ലാത്ത മോഹം, തന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം. അങ്ങനെയുള്ള അദ്ദേഹം എന്ത് ചെയ്തു? ഈ അദ്ദേഹത്തിൻ്റെ ഭരണം കൊണ്ടാണ് അജനാഭം എന്ന നമ്മുടെ ഭാരതഭൂമിക്ക് ഭാരതം എന്ന പേര് വന്നത്. അല്ലാണ്ട് രാമായണത്തിലെ ഭരണം ഭരിച്ചുകൊണ്ടല്ല എന്നർത്ഥം. അപ്പോൾ ഈ ഭരതൻ്റെ ഭരണം കൊണ്ടാണ്. അങ്ങനെയുള്ള ഭരതൻ എന്ത് ചെയ്തു? അദ്ദേഹം രാജ്യഭരണത്തിനേക്കാൾ നല്ലത് എന്താ? ഈശ്വരഭജനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഗണ്ഡകി നദിയുടെ തീരത്ത് ആശ്രമം കെട്ടി അവിടെ പോയിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഭാഗവതം നമ്മളോട് കാണിച്ചു തരികയാണ്, അദ്ദേഹം മനഃശാന്തി നേടിയിട്ടാണ് പോകുന്നത്. എപ്പോഴും മനഃശാന്തി എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? അത് നമ്മളിലേക്ക് തിരിയുമ്പോൾ മാത്രമേ മനഃശാന്തി ഉള്ളൂ. ബഹിർമുഖനാണ്. നമ്മൾ 2 ഭാവമാണ് നമ്മുടെ മനസ്സിന്. ഒന്ന് അന്തർമുഖം, മറ്റൊന്ന് ബഹിർമുഖം എന്നാ പേര് പറയാം. നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് നോക്കിയിരിക്കുക. പുറമേയുള്ള കാഴ്ചകളും എല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഉള്ളിലുള്ളത് കാണാൻ പറ്റുന്നില്ല നമുക്ക്. നമ്മുടെ ഭാരതീയ ഋഷിമാർ അങ്ങനെയായിരുന്നില്ല. അവർ പുറത്തേക്കല്ല നോക്കിയത്, അവരെല്ലാം അകത്തേക്ക് നോക്കിയതാണ്. അതുകൊണ്ടാണ് അവരൊക്കെ അറിവിൻ്റെ മഹാസമുദ്രങ്ങളായിട്ട് മാറി ഈ ലോകത്തിനെ എങ്ങനെയാണെന്ന് കണ്ടെത്താൻ അവർക്കെല്ലാം സാധിച്ചു. അതുകൊണ്ടാണ് ദേവിക്കൊരു മന്ത്രമുണ്ട്, അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ കാണാം അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അമ്മയെ നമുക്ക് കിട്ടാത്തത്? നമ്മളൊക്കെ പുറമേലേക്ക് നോക്കിയിരിക്കാം. എവിടെയാണ് ഭഗവതി, എവിടെയാണ് ഈശ്വരൻ? പുറമേക്ക് നോക്കിയാൽ നമുക്ക് ഒരിക്കലും ആനന്ദം കിട്ടില്ല. പുറമേ കാണുന്നതെല്ലാം അത്യപകടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നോക്കണം. അദ്ദേഹം ഗണ്ഡകി നദിയുടെ തീരത്ത് പുലഹാശ്രമം ഉണ്ടാക്കി അവിടെ പോയിരുന്നു അത്ര ഈ ഭരതൻ. എന്തിനാണെന്നറിയോ? അന്തർമുഖനാവാൻ വേണ്ടിയിട്ടാണ്, മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയിരുന്നത്. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വലിക്കണം. ഈ പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങൾ, തൻ്റെ ഭാര്യ, കുട്ടികൾ, ബന്ധുക്കൾ, രാജ്യഭരണം അല്ലേ, ഒരു കുടുംബഭരണം തന്നെ നമുക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ രാജ്യഭരണത്തിൻ്റെ കഥ പറയാനുണ്ടോ? അതുകൊണ്ട് അദ്ദേഹം എല്ലാ ബന്ധങ്ങളും വിട്ട് പോയിരുന്നതാണ്. എവിടെ പോയിരുന്നിട്ടും പ്രയോജനമൊന്നുമില്ല. ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം എവിടേക്കായി പോയി ഒട്ടിപ്പിടിക്കുകയെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എന്ന് ഭാഗവതം നമ്മളോട് പറഞ്ഞു തരാം. എത്രയോ വലിയ യോഗിയാണ് ഭരതൻ. ഭരതയോഗീശ്വരൻ എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത് പോലും. അത്ര അധികം യോഗിയായിട്ടും അദ്ദേഹം ഭോഗത്തിലേക്കായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വഴുതി വീണതായിരിക്കുന്നൊരു കാഴ്ച ഭാഗവതം 8-ാമത്തെ അധ്യായത്തിൽ, പഞ്ചമസ്കന്ധത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരാം. അദ്ദേഹം ആശ്രമത്തിലിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹത്തിൻ്റെ അലർച്ച കേട്ടു. പെട്ടെന്ന് തന്നെ ഒരു ഗർഭിണിയായിരിക്കുന്ന മാൻ ഓടി വന്ന് വെള്ളത്തിലേക്ക് ചാടി മാത്രമല്ല, ഗണ്ഡകി നദിക്ക് നല്ല ഒഴുക്കുണ്ട്. ആ ഒഴുക്കുള്ള നദിയിലേക്ക് ചാടിയപ്പോൾ തന്നെ മാൻ പ്രസവിക്കുകയും ചെയ്തു, തള്ളമാൻ ഒഴുകിപ്പോയി ചാവുകയും ചെയ്തു. ഇപ്പം എന്താണെന്നറിയോ? ആ മാൻകുട്ടി വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കണ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭൂതദയ തോന്നിയെന്നാണ്. അതിനോടൊരു കാരുണ്യം തോന്നി. ആരെ ഭജിക്കാനാണ് പോയിരിക്കുന്നത്? ഈശ്വരനെ ഭജിക്കാനാണ് അല്ലേ. ആരോടും ബന്ധം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നദിയുടെ തീരത്ത് ആശ്രമം കെട്ടി അവിടെ പോയിരുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് ആരോട് ബന്ധം വന്നു? ആ മാൻകുട്ടിയോട്. ആ മാൻകുട്ടിയെ കൊണ്ടുവന്നു, അതിൻ്റെ ശരീരത്തിലെ വെള്ളമൊക്കെ തുടച്ചു കളഞ്ഞു, അതിന് നല്ലൊരു മുണ്ടോണ്ടൊക്കെ പുറപ്പിച്ചു, അതിന് പാലൊക്കെ കൊടുത്തു, പുല്ലൊക്കെ കൊടുത്തു. ഇനി അതിനെ കാട്ടിലേക്ക് വിട്ടാൽ പോരെ അദ്ദേഹത്തിന്? അതൊരു കാട്ടുമൃഗമല്ലേ. പക്ഷേ അദ്ദേഹത്തിന് അതെല്ലാം തോന്നിയത്, ഇനി ഈ മാനിന് ആരാ ഉള്ളത് എന്ന് ചിന്ത വന്നു. ഞാനല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? എൻ്റെ തള്ള പിടിച്ചു പോയില്ലേ എന്നാണ്. ഇത് മാനാണോ കുറ്റം ചെയ്തത്? അല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സാണ് അല്ലേ. ഈശ്വരഭജനത്തിന് വന്ന് യോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സിൽ എന്തായി? ഭോഗത്തിലേക്ക് വഴിമാറി എന്നാണ്. അതോടുകൂടി ഒരു പിതൃപുത്രബന്ധം അവിടെ ഉണ്ടായി എന്ന് ഭാഗവതം പറയാം. അച്ഛൻ എങ്ങനെയാണോ തൻ്റെ കുട്ടിയോട് വാത്സല്യം കാണിക്കുക, അതേപോലെ അമ്മയില്ലാത്ത കുട്ടികളെ ഇതിനെ നോക്കേണ്ടത് എൻ്റെ ചുമതലയല്ലേ എന്നുള്ള മട്ടിൽ അങ്ങനെ അതിനെ സംരക്ഷിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇത്രയധികം അറിവ് നേടി, ഇത്രയധികം യോഗിയായിട്ടും അദ്ദേഹത്തിന് അറിയില്ല
പറഞ്ഞില്ലേ, ജനന മരണങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണെന്നൊക്കെ. അതിനെ ഒരാൾക്ക് പോലും തടയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആ മൃഗത്തിനെ എത്രമാത്രം സൂക്ഷിച്ചു വെച്ചാലും അതിന് മരണം ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതിനും ഈ ശരീരം വിട്ടുപോകും. ആ മനസ്സുണ്ടാവണ്ടേ? അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്നാണ്. ഒരിക്കൽ ഒരു മഹാത്മാവ് ഉത്തരേന്ത്യയിൽ ഇതുപോലെ ഭഗവത്ഗീത എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ആളുകളുണ്ട്, ശിഷ്യന്മാർ. അവരെല്ലാം ശ്രദ്ധയോടുകൂടി ഗുരുനാഥൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഒരു ചെറിയ കുറിപ്പ് ഗുരുനാഥൻ്റെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ഒരാളുടെ ഒരു പുത്രൻ മരിച്ചു അത്ര. അത് പറഞ്ഞിട്ടാണ് ഒരു ചെറിയ കടലാസിൽ കൊണ്ടുവച്ചത്. അദ്ദേഹം അതങ്ങനെ നോക്കിയിട്ട് ചൂട്ടിക്കൂട്ടിയൊക്കെ എഴുതി കൊടുത്തു. മരിച്ചു എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഒരു അനുശോചനം രേഖപ്പെടുത്താം, എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയണ്ടേ. അപ്പോൾ ഗുരുനാഥന് എന്തെങ്കിലും വിശേഷം ഉണ്ടാവും, എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ കൊണ്ടുവച്ചിട്ട് ദൂരെ കളഞ്ഞു. ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ആ ശിഷ്യൻ ചെന്നിട്ട് ചോദിച്ചു, ഗുരുനാഥ, അങ്ങയുടെ ശിഷ്യൻ്റെ മകനല്ലേ മരിച്ചത്? അപ്പോൾ ഞാൻ ആ കടലാസ് കൊണ്ട് തന്നപ്പോൾ ഒരു അനുശോചനം പറയായിരുന്നല്ലോ, ഒന്ന് മോശമായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐസിന് തണുപ്പാണ്, അഗ്നിക്ക് ചൂടാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് വല്ല അതിശയോക്തി ഉണ്ടോയെന്നാണ് എൻ്റെ ചോദ്യം. അതിന് വല്ല പ്രത്യേകത ഉണ്ടോ? ഐസ് എന്ന് പറഞ്ഞാൽ തണുപ്പുണ്ടാവും, അത് ചൂടായിട്ടിരിക്കുമോ? അഗ്നിക്ക് നല്ല തണുപ്പുണ്ടാവുമോ? അഗ്നി ചൂട് തന്നെയാണ് അല്ലേ? ഇതേപോലെ തന്നെ ഈ ശരീരം എന്ന് പറയുന്നത് തന്നെ എന്താണ്? മർത്യമാണ്, ഇത് മൃതമാണ്, ഇത് മരിക്കേണ്ടതാണ്. അപ്പോൾ ദേഹം എന്നാണ് പേരാണ്, ദഹിപ്പിക്കുന്നതാണ് ദേഹം. ശരീരത്തിൻ്റെ പേര് തന്നെ അദ്ദേഹം, ഇദ്ദേഹം എന്നൊക്കെ നമ്മൾ പറയല്ലേ. ദേഹം എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കേണ്ടതാണ്, ശരീരമാണ്, ശീലമാക്കി പോകേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം നശിച്ചു പോകേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. എന്നായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല ഒരാൾക്ക് പോലും. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? അതൊക്കെ മനസ്സിലാക്കാഞ്ഞിട്ടെന്നല്ല, ഒരാളുടെയും മരണത്തിൽ നമ്മളാരും ഉത്തരവാദിയല്ല എന്നാണ്. നമ്മൾ വിചാരിക്കും ഞാൻ കാരണമാണോ അയാൾ മരിച്ചത്, ഇയാൾ കാരണമാണോ മരിച്ചത്, ഒന്നുമല്ല എന്നർത്ഥം. മരണം നമ്മുടെ കൂടെ പിറപ്പാണ്. നമ്മൾ എപ്പോൾ അമ്മയുടെ ഉദരത്തിലേക്ക് വന്നോ ആ നിമിഷം തന്നെ നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന ദിവസം കൃത്യമായിട്ട് ഈ ശരീരം വിട്ട് പോരണം അല്ലേ? നമുക്ക് എഴുതി വെക്കാറുണ്ട്. റിട്ടേൺ ടിക്കറ്റ് കൊടുത്താൽ നമ്മൾ പോന്നിരിക്കുന്നത്. അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. മറ്റൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇത് മാത്രം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. എപ്പം നമ്മൾ പോന്നിട്ടുണ്ടോ അപ്പം തന്നെ ജന്മം എന്നാണ് നമ്മളെ പേര്. ഇങ്ങനെ പറയാറില്ല, ഇങ്ങനെ ഒരു ജന്മം നമ്മൾ ഇടത്തിൽ പറയാറില്ലേ? രണ്ടക്ഷരമാണ്, ജനിക്കുക മരിക്കുക, ഇതാണ് ജന്മം എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇത് നമ്മുടെ കൂടെ പിറപ്പാണ്. എപ്പം നമ്മൾ പോന്നിട്ടുണ്ടോ ആ നിമിഷം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന മാതിരി ഇന്നടത്ത് വെച്ച് ഇന്ന രൂപത്തിൽ മരിക്കണം. എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൽ നിന്ന് ഒരടി മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല ഒരിക്കൽ പോലും. നാഗാണത്ത് ഭ്രാന്തൻ ഇതുപോലെ ഒരിക്കൽ ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ചുടലക്കാട്ടിലിരുന്ന് അദ്ദേഹം കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കത്ര. അപ്പോൾ ചുടലഭദ്രകാളി വന്നു പാതിരാത്രിക്ക് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ഒരാളവിടെ നിന്ന് കഞ്ഞി കുടിക്കുന്നു. വേറെ ഭ്രാന്തനോട് ചോദിച്ചത്ര, ആരാ അവിടെ എന്ന് ചോദിച്ചു. തോന്നി ഇവിടെ ഭ്രാന്തനാണ്. നീ ആരാന്ന് ചോദിച്ചു. ഞാൻ കാളിയാണെന്ന് തോന്നി. അപ്പോൾ കാളി ചോദിച്ചു, നീ എന്താ ഇപ്പോൾ ഇവിടെ വന്നിരിക്കണം? ഇത് എൻ്റെ ലോകമാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇപ്പം എൻ്റെ ലോകമാണ്, ഞാൻ കഞ്ഞി കുടിക്കാണ്ടില്ലേ, ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന പറഞ്ഞു. ഈ കഞ്ഞി മുഴുവൻ കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങി നേരെ വിളിച്ചാൽ അവിടെ പോകുള്ളൂ എന്ന് പറഞ്ഞു. കാളി അവസാനം തോറ്റു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിനക്ക് എൻ്റെ വരം വേണ്ടത് ഭ്രാന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നിനക്ക് എന്ത് വരം തരാൻ സാധിക്കും എന്ന് ചോദിച്ചു. എന്ത് വരം നീ ചോദിച്ചോളൂ, അതൊക്കെ ഞാൻ തരാൻ തയ്യാറാണ്. നിൻ്റെ ആ ധൈര്യം ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്താ വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ആയുസ് ഒരു ദിവസം കൂട്ടി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ ഭ്രാന്താന്ന് പറഞ്ഞു. എന്നാൽ ഒരു ദിവസം നേരത്തെ ആക്കാമെന്ന് ചോദിച്ചു. അത് ഒട്ടും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് എന്താ കാളി പറ്റണത്? അപ്പോൾ നാഗാണത്ത് ഭ്രാന്തൻ്റെ വലത്തെ കാലിന് മന്തുണ്ട്. അപ്പോൾ പറഞ്ഞു, എൻ്റെ വലത്തെ കാലിലെ മന്ത് ഞാൻ ഇടത്തെ കാലിലേക്ക് മാറ്റാം. മന്ത് മാറ്റാനൊന്നും പറ്റില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റാൻ പറയുന്നതാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നാഗാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, നീ നിൻ്റെ പാട്ടിന് നോക്കാം, ഞാൻ ഇവിടെ നിന്ന് കഞ്ഞിയെ കുറിച്ച് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞതാണ്. അതേപോലെയാണ് നമ്മൾ വിചാരിക്കും ഇതൊക്കെ മാറ്റി മറിക്കാമെന്നാണ് നമ്മുടെ ധാരണ. നമ്മുടെ തലയിലെടുത്തൊക്കെ മാറ്റി മറിക്കാൻ നമുക്ക് കഴിവുണ്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഭാഗവതം പറയണു, എന്താണോ നമുക്ക് അനുഭവിക്കാനുള്ളത് അതെല്ലാം നമുക്ക് അനുഭവിച്ച് തന്നെ പോകണം. പക്ഷേ അതിൻ്റെ തീവ്രത കുറയുന്നു. അത് നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, കുട പിടിച്ച് വെയിലത്ത് നടക്കുന്നത് പോലെ അത് വല്ലാതെ കണ്ട് നമ്മളെ ബാധിക്കാണ്ടിരിക്കാൻ ആര് വേണം? ഭഗവാനാകുന്ന ഒരു കവചം നമുക്ക് വേണം അല്ലേ? അപ്പോൾ അതിന് പാകത്തിന് നമുക്ക് മനസ്സിന് നല്ല ബലം ഉണ്ടാവുക. മനസ്സ് തളർന്നാൽ നമ്മുടെ ജീവിതം പോകും. മനസ്സ് തളരാണ്ടിരിക്കാനാണ് നമ്മളെപ്പോഴും ഭഗവാനാകുന്ന ആ ഒച്ച തോണിൽ നമ്മൾ പിടിക്കണം എന്ന് പറയാം. നമ്മുടെ ഒരു ഉന്നോടിയായിട്ട് ഭഗവാൻ ഉണ്ടെങ്കിൽ വീഴില്ല നമ്മളൊരിക്കലും. ഇവിടെ
കാണിച്ചു തരിക. അദ്ദേഹം ആ ആത്മാരാമനായിരിക്കുന്ന അദ്ദേഹം ഭൗതികമായിരിക്കുന്ന മാനിനോട് മോഹം വന്നു. എന്തായി? മാനിന് വേണ്ടിയിട്ടായി പിന്നെ ജീവിതം. അദ്ദേഹം ധ്യാനിക്കാനിരുന്നാൽ മാൻകുട്ടി വേഗം മടിയിൽ വന്ന് കിടക്കും. തൻ്റെ മുളച്ചു വരുന്ന കൊമ്പുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കുറയ്ക്കും, ചിലപ്പോൾ ഉമ്മ വെച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ പലതും ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പൻ ആ വഴിക്കും പോയി, മാൻ മടിയിലും വന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ നാമം ജപിക്കുമ്പോൾ നാമം ജപിച്ച് നാരായണ നാരായണ സഹസ്രനാമമൊക്കെ പകുതിയാകുമ്പോഴായിരിക്കും മകളുടെ കുട്ടി മുട്ടുകുത്തി മടിയിൽ വരുന്നത്. അപ്പോൾ നാരായണൻ ആ വഴിക്കും പോവും, കുട്ടി നമ്മുടെ മടിയിൽ വരും. നിങ്ങളൊക്കെ ചെയ്യാറില്ലേ? ഇതൊക്കെ തന്നെ ഇവിടെ കാണിച്ചു തരുന്നു. ആ എത്ര നാമം ജപിക്കുകയാണെങ്കിലും എത്ര കണ്ണടച്ചിരിക്കുകയാണെങ്കിലും കുട്ടി മുട്ടുകുത്തി വന്ന് നമ്മുടെ മുറ്റത്ത് മടിയിലേക്ക് കയറി വന്നാൽ പിന്നെ നമുക്ക് നാമം ജപിക്കാൻ പറ്റുമോ? പിന്നെ അതിനെ കൊഞ്ചിക്കാൻ പോകണം, പിന്നെ നാമം ജപിക്കാൻ. നാമം ജപം പിന്നെയാണെങ്കിലോ കുട്ടി ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഭാവം. ഇതാണ് ഭൗതികമായിരിക്കുന്ന ഒരു ചിന്ത. അതേപോലെ തന്നെ ഒന്നും മാത്രമല്ല, അദ്ദേഹം അവസാനമായപ്പോൾ എന്താണെന്നറിയോ? ആ മാനിനെ സ്മരിച്ചുകൊണ്ട് ശരീരം വിടേണ്ടതായിട്ടുണ്ട്. ഓരോ ദിവസവും അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ മരിച്ചാൽ ഈ മാനിന് ആരാ ഉള്ളത് എന്നാണ്. നമ്മുടെ കാലം ചിന്തിക്കില്ല, എൻ്റെ കാലം കഴിഞ്ഞാൽ കഴിഞ്ഞ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ എന്ന് പറയും ചില മോഹർ പറഞ്ഞേക്കാം. കാരണം നമ്മൾ പോയാലും അതെങ്ങനെ നടന്നു പോകും. ആ ചിന്തയല്ല നമുക്ക്. അങ്ങനെ അദ്ദേഹം എന്തിനെ സ്മരിച്ചുകൊണ്ടാണോ നമ്മൾ മരിക്കുന്നത് അതായിട്ട് പറക്കേണ്ടതായിട്ട് വരുന്നതാണ്. അങ്ങനെ അദ്ദേഹം പാലഞ്ചരം എന്ന് പേരായിരിക്കുന്ന ഒരു പർവ്വതത്തിൽ മാനായിട്ട് ജനിക്കേണ്ടി വന്നു. മാനായിട്ട് ജനിച്ചെങ്കിലും ഭഗവാൻ ഒരിക്കലും മറക്കില്ല എന്നാണ്. അതാണ് ഭാഗവതം നമുക്ക് തരുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ്. ഇപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നില്ലേ, ചൂടത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഉച്ചവരെ അല്ലേ? അവരൊക്കെ പോയി. എത്ര ആയിക്കോട്ടെ, വന്നിരിക്കുന്നവർ എത്ര പേരായിക്കോട്ടെ, ഒരാളാണെങ്കിലും നമുക്ക് ഈ ഭാഗവതത്തിൻ്റെ മുമ്പിൽ ഈ തിരുമുറ്റത്ത് നമ്മൾ ഈ തേവരുടെ മുറ്റത്ത് മടിയിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അല്ലേ? നമ്മൾ ഇപ്പോൾ 2 കൊല്ലത്തിന് മുമ്പ് 2 വർഷം വായന നടന്നു. എത്ര പേര് കഥ കേട്ടു, എത്ര പേര് എത്ര കഥകൾ മനസ്സിലാക്കി, എത്ര നാമം ജപിച്ചു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തന്നെ ഓർമ്മയുണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്നലെ കഴിഞ്ഞാലും ഇന്നും ഓർമ്മയില്ല. അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷത്തേക്ക് നമുക്ക് ഓർമ്മയില്ലല്ലോ. പക്ഷേ ഭഗവാൻ ഒരിക്കലും മറക്കില്ല എന്നാണ്. ആരൊക്കെ ഇവിടെ വന്നു, ആരൊക്കെ നാമം ജപിച്ചു, ഇവിടെ നിന്നൊക്കെ ആൾക്കാരന്ന് വന്നിരുന്നു ഇവിടെ അല്ലേ? അപ്പോൾ അവരൊക്കെ വന്ന് അല്പനേരമെങ്കിലും നമ്മളോടൊപ്പം ചേർന്ന് നാമം ജപിച്ചും ഭാഗവതം കേട്ടും ഒക്കെ പോയില്ലേ ഇവരൊക്കെ? അപ്പോൾ ഭഗവാൻ വിളിച്ചു വരുത്തുന്നതാണ്. ഓരോരുത്തർ ഓരോ നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തുകയാണ്. അതെന്താണെന്നറിയോ? നമ്മൾ ചെയ്തതായിരിക്കുന്ന സുഹൃതത്തിൻ്റെ ഫലം. ഇതൊരിക്കലും ഭഗവാൻ മറക്കില്ല എന്നാണ്. നമ്മൾ 10 നാമമാണോ ജപിച്ചിട്ടുള്ളത്? അല്ല, ഒന്നും വേണ്ട, ഹരേന്ന് ഒരു വിളി വിളിച്ചിട്ടുണ്ടോ? ഭഗവാന്റെ ഡയറിയിൽ നമ്മുടെ പേര് നാളേക്ക് എപ്പോഴേ എഴുതി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലം കിട്ടാണ്ട് വരിക എന്ന് കാണിച്ചു തരികയാണ്. സജ്ജനങ്ങൾ പറയും ഭഗവാൻ നല്ലൊരു ബാങ്കാണെന്ന് പറയും. ബാങ്കിലേക്ക് നമ്മൾ എന്തെങ്കിലും പൈസയൊക്കെ അടയ്ക്കില്ലേ? ചിലപ്പോൾ ഏതെങ്കിലും ഇവിടെ വന്ന് താമസിക്കുമ്പോഴായിരിക്കും ഇവിടുത്തെ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി 2000 രൂപ അതിനകത്ത് ഇട്ട് വെച്ചു. കുറേ നാൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ നിന്നൊക്കെ പോയി കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരും. ബാങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലുമ്പോഴാണ് അയാൾ പറയുക, പഴയ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ഇവിടെ, അതിൽ 2000 രൂപ കിടപ്പുണ്ടായിരുന്നു. ഇതാ എൻ്റെ പലിശയും കൂട്ടുപലിശയൊക്കെ പാടെ കൂടി ഒരു 3000 രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ? അതേപോലെയാണ് നമ്മൾ ഈ ചെയ്യണതെല്ലാം ഭഗവാനാകുന്ന ബാങ്കിലേക്ക് ചെയ്യുന്ന നല്ലൊരു ഡെപ്പോസിറ്റാണ്. നമ്മൾ അറിയണില്ല എന്നാണ്. ഇതിൻ്റെ പലിശയും കൂട്ടുപലിശയൊക്കെ തേവരെപ്പോഴേ എഴുതി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതെപ്പോഴാണ് നമുക്ക് ആവശ്യം വരണമെന്നറിയോ? നമുക്ക് വല്ലാത്ത ദുഃഖം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കേണ്ട സമയത്ത് നമ്മൾ ചോദിക്കാണ്ട് തന്നെ ഭഗവാൻ എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യാൻ പറ്റും നമുക്ക് അല്ലേ? അപ്പോൾ ചെക്ക് എഴുതാൻ നിൽക്കണ്ട, അവിടെ പോയി ക്യൂ നിൽക്കണ്ട, ഒന്നും വേണ്ട എന്നർത്ഥം. ഭഗവാൻ എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് ഭഗവാൻ ഇതാ അന്ന് ഇവിടെ വന്നിരുന്ന് നാമം ജപിച്ചില്ലേ, നട്ടുച്ചയ്ക്ക് ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി നാരായണൻ നാരായണൻ ജപിച്ചില്ലേ, ഇതാ പിടിച്ചോളൂ എൻ്റെ ഫലം. അങ്ങനെയാണ് ഭഗവാൻ ഒരിക്കലും മറക്കില്ല എന്നാണ്. ഇതൊക്കെ ഭാഗവതം ഓരോ കഥാരൂപത്തിലും നമ്മളെ കാണിച്ചു തരാം. ഒരിക്കലും മറക്കാത്ത ആളാണ് ഭഗവാൻ. ഇവിടെ കുറേ കാലം ഗുരുവായൂരപ്പനെ ഭജിച്ചില്ലേ ഭരതൻ? അതിൻ്റെ ഫലം എപ്പോഴോ മാനിനെ സ്നേഹിച്ച് അങ്ങനെ മനസ്സ് വേറെ വഴിക്ക് പോയെങ്കിലും മാനായി മറ്റൊരു പർവ്വതത്തിൽ ജനിച്ചെങ്കിലും ആ മാൻ തുള്ളിച്ചാടി അവസാനം ഈ ആദ്യം ഉണ്ടായിരുന്ന ആശ്രമം കെട്ടി ഇരുന്ന അവിടെ തന്നെ അദ്ദേഹം വന്നു എന്ന് മാത്രമല്ല, അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ പഴയ ജന്മത്തിൽ രാജാവായിരുന്നു, മാനിനെ സ്നേഹിച്ച് മാനായതാണെന്നുള്ള ബോധം വന്നു. വേഗം എന്ത് ചെയ്തു? ഇനി ഇങ്ങനെ ആവില്ല എന്ന് തീരുമാനിച്ചു. ഭഗവാനെ തന്നെ ഭജിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? ആ നല്ല ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ആ മൃഗശരീരം ഉപേക്ഷിച്ചു. പിന്നീട് അങ്കിരസ് ഗോത്രത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ 2ാമത്തെ പത്നിയിലും മൂത്തപുത്രനായിട്ട് ജനിച്ചു. അപ്പോഴും അദ്ദേഹത്തിന് പേരിട്ടത് എന്താണെന്നറിയോ? ഭരതൻ എന്ന് തന്നെയായിരുന്നു.
ഭരതൻ എന്ന് പേരിട്ടെന്ന് മാത്രമല്ല, അന്ന് അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ആരോടും ഇനി മിണ്ടില്ല എന്ന് തീരുമാനിച്ചു. അച്ഛൻ വേണ്ട സമയത്ത് ഉപന്യൊക്കെ കഴിച്ചു, ഗായത്രിയൊക്കെ ഉപദേശിച്ചു കൊടുത്തു, വേണ്ടതൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം ആരോടും മിണ്ടില്ല. ഒരു ബധിരനെ പോലെ, മൂകനെ പോലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയതാണ്. അച്ഛനും അമ്മയ്ക്കും ആകെ കണ്ടപ്പോൾ വിഷമായി. നല്ലൊരു ആൺകുട്ടി അതിങ്ങനെ ഉണ്ടാണ്ട് നടക്കണ്ടല്ലോ, ബധിരനെ പോലെ ആര് പറഞ്ഞാലും കേൾക്കുകയും ചെയ്യും, പക്ഷെ പ്രതികരിക്കുകയൊന്നുമില്ല. മനസ്സിൽ മുഴുവനും കണ്ണൻ്റെ രൂപം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്, മറ്റൊരു ചിന്തയില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് മനസ്സുകൊണ്ട് ഹരേ നാരായണാന്ന് ജപിച്ച് കണ്ണനെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ പിന്നെ ആരോടെ മിണ്ടാണ്ടത്? ജഡനെ പോലെ, ബധിരനെ പോലെ, മൂകനെ പോലെ, അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ നടക്കും. എല്ലാ വീടുകളിലും ചെല്ലുവത്ര. അവരെന്താ കൊടുക്കണമെന്ന് വെച്ചാൽ ആഹാരമൊക്കെ വാങ്ങിച്ചു കഴിക്കും. ചിലപ്പോൾ ഉണ്ണിയായിരിക്കും കൊടുക്കുക, ചിലപ്പോൾ ഉൾക്കുത്തി പിടിച്ച ഉഴുന്നൊക്കെ കൊടുക്കും, പിണ്ണാക്കൊക്കെ കൊടുക്കുന്നതാണ് ഭാഗവതം പറയുന്നത്. അതൊക്കെ അമൃതുപോലെ ഭക്ഷിക്കുക. അതിനൊന്നും ഒരു പരാതിയൊന്നുമില്ല. കാരണം ഈ ശരീരം നിലനിർത്താനായിട്ട് ഇന്നലെ കഴിക്കാവുള്ളൂ എന്നൊന്നുമില്ല. നമ്മളാണ് ഇങ്ങനെയൊക്കെ ചിട്ടുണ്ടാക്കിയത്. ചോറ് തന്നെ ഇങ്ങനെ കഴിക്കാം, സാമ്പാറില്ലാണ്ട് ഇപ്പം എന്താ കഴിക്കുക? നമ്മൾ അങ്ങനത്തെ ഒരു വകുതിയിലാണ് വന്നതെന്ന് വെച്ചാൽ ചോറ് തന്നെ കിട്ടിയാലും മതിയെന്ന് വെക്കും, സാമ്പാറില്ലെങ്കിലും വേണ്ടില്ല, വെറുതെ ചോറാണെങ്കിലും വാരി കഴിക്കും നമ്മളല്ലേ. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് സാമ്പാർ വേണം, അവിയൽ വേണം, കാളം വേണം, ഓലം വേണം, എരിശ്ശേരി വേണം എന്നൊക്കെ നമുക്ക് തോന്നുന്നതൊക്കെ. നമുക്ക് ഇലകൾ തിന്ന് നമുക്ക് ജീവിച്ചൂടെ? പയറിൻ്റെ ഇലയും മത്തൻ്റെ ഇലയും ചീരയുടെ ഇലയൊക്കെ നമ്മൾ കറി വെച്ച് കഴിക്കണില്ലേ? മറ്റു ജീവികളെ കൊന്ന് തിന്നാൻ പാടില്ലാന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ ഏത് സാധനവും നമുക്ക് കഴിക്കാം. ഈ ശരീരം നിലനിർത്താൻ ഇന്നതേ കഴിക്കാവുള്ളൂ എന്നൊന്നും യാതൊരു ഇതുമില്ല. തകരയുടെ ഇലയും ഒക്കെ നമ്മൾ കഴിക്കാറില്ലേ? എല്ലാം നമുക്ക് കഴിക്കാമെന്ന് പറയാം. ഇവിടെ ഭാഗവതം പറഞ്ഞു. അതുകൊണ്ട് എന്താണോ കിട്ടണത് അത് അമൃത് പോലെ ഭക്ഷിക്കുക. അല്പമാണെങ്കിലും കൂടുതലാണെങ്കിലും അതിൽ കുറ്റവും കുറവും കാണാതെ കണ്ട് കഴിക്കാറാവണം നമുക്ക് അല്ലേ. അല്ലാതെ കണ്ട് അതിനൊക്കെ കുറവ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാവുക. അങ്ങനൊരു മഹാത്മാവുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. അദ്ദേഹത്തിന് ഇങ്ങനെ ആഹാരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, സാറേ ഇതിന് ഇത്തിരി പുകസ്വാദ് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം, കറിക്കൊക്കെ പുകസ്വാദ് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. അദ്ദേഹം അത് കഴിച്ചിട്ടില്ല. പുകസ്വാദും ഒരു സ്വാദല്ലേ കുട്ടിയെ എന്ന് ചോദ്യം. അപ്പോൾ പുകസ്വാദ് പോലും എന്ത് കണ്ടില്ല? കുറ്റം കണ്ടില്ല. പുകസ്വാദും ഒരു സ്വാദല്ലേ എന്നാണ്. അപ്പോൾ ആ പറഞ്ഞ ആൾ ആകെ വല്ലാണ്ടിയായി, ഒന്നും പറയണ്ടായിരുന്നില്ല എന്ന് തോന്നി. അതാണ് എൻ്റെ കഥ. അപ്പോൾ എന്തിനേയും പ്ലസ്സായിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കുക, പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുക അല്ലേ. ആ മനസ്സിന് അങ്ങനൊരു മനസ്സായി തീരണം. ഭരതൻ നമ്മളെ കാണിച്ചു തരിക. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ വിഷമം അനുഭവിക്കുന്നത്? നമ്മളെല്ലാത്തിലും നെഗറ്റീവ് കാണുന്നതുകൊണ്ടല്ലേ. ഏതിലും ആരിലും എന്തിലും നമ്മൾ നെഗറ്റീവ് കാണുമ്പോൾ ഇങ്ങനെ മനസ്സിന് സുഖം ഉണ്ടാവുക. എപ്പോഴും പോസിറ്റീവായിട്ട് കണ്ടു നോക്കിയോളൂ. ആരെ കാണുമ്പോഴും എന്ത് കഴിക്കുകയാണെങ്കിലും വേണ്ടാത്തത് കഴിക്കാണ്ടിരുന്നാൽ മാത്രം മതി. മദ്യമുള്ള സാധനങ്ങൾ, മറ്റു മൃഗങ്ങളെ, ജീവരാശികളെ കൊണ്ടു തിന്നാം. ഇതില്ലാന്ന് വരട്ടെ, നമ്മുടെ മനസ്സ് ഇന്നും നല്ലത് തന്നെയായിരിക്കും. നല്ലത് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ എന്നർത്ഥം. ഇവിടെ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏട്ടന്മാരെന്ത് ചെയ്യുമെന്നറിയോ? അച്ഛനും അമ്മയൊക്കെ മരിച്ചു. പിന്നെ ഏട്ടന്മാരാണല്ലോ നോക്കണത്. ഏട്ടന്മാരെന്ത് ചെയ്തു? ധാരാളം പാടങ്ങളുണ്ട്. വലിയ ഗോതമ്പ്, ചോളം ഉള്ളതായിട്ടുള്ളതൊക്കെ വിളയുന്ന കരിമ്പ് ഒക്കെ നട്ടുപിടിപ്പിച്ചതിന് കൃഷിയിടങ്ങളുണ്ട്. അത് നോക്കാനായിട്ട് അവിടെ ഒരു ഏറുമാടും കെട്ടി അവിടെ കൊണ്ടിരുത്തി. എത്ര ജഡഭരത യോഗീശ്വരനെ അദ്ദേഹത്തിൻ്റെ മഹിമയൊന്നും മനസ്സിലാക്കിയില്ല. അദ്ദേഹം ഇങ്ങനെ ആ വയലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോഴാണ് കാട്ടാനകൾ, കാട്ടുകിളികൾ, കാട്ടുപന്നികളൊക്കെ വന്ന് എല്ലാം തിന്ന് നശിപ്പിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? ഒന്ന് തോന്നും. കാരണം എന്താ? ആ കാട്ടുപന്നിയിലും കാട്ടാനയിലും കിളികളിലും ഒക്കെ ആരിയിരിക്കണു? എല്ലാത്തിലും പൊള്ളുണ്ണിക്കണ്ണനെ ഇങ്ങനെ കണ്ടുകൊണ്ട് അദ്ദേഹം കൃഷ്ണാന്ന് വിളിച്ച് നമസ്കരിക്കും. അതാണ് സജ്ജനങ്ങൾ. ഇങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് കൂടല്ലൂർ കുഞ്ഞിക്കാവെന്നും പൂതിരിപ്പാടെന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം മഹാഭാഗവതനായിരുന്നു. അദ്ദേഹം അങ്ങനെയാണ്. കാക്കയെ കണ്ടാൽ വേഗം വീട് നമസ്കരിക്കും. കാകരൂപിണി വാതാലയേശായ നമ. നായ്ക്കളെ കണ്ടാലും അങ്ങനെ തന്നെയാണ്. ശ്വാനരൂപിണി വാതാലയേശായ നമ. ആ ശ്വാക്കളെ കണ്ടാലും കാക്കയെ കണ്ടാലും ഒക്കെ കണ്ടാലും വാതാലയേശായ നമ വീട് നമസ്കരിക്കാൻ സാധിക്കുക അല്ലേ. ഇങ്ങനൊരു മനസ്സ് ഉയർന്നു വരണമെങ്കിൽ എത്രയോ അനുഗ്രഹം വേണം ഭഗവാന്റെ. എന്തിനും ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഭാഗവതം നമുക്ക് തരാം. ഭാഗവതം വായിക്കണതൊക്കെ
മനസ്സിൻ്റെ ഈ ഗുണം നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? കുറേ കാലമായി ഭാഗവതം വായിക്കുന്നു, എന്നിട്ടും ഈ തമ്മിത്തല്ലും വഴക്കും കോലാഹലവും അസൂയം കുണ്ടും അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും? അപ്പോൾ മനസ്സിൻ്റെ ഈ നില നമുക്ക് വരാറാവണം. എന്ത് കണ്ടാലും ഭഗവാനെ കാണാറാവണം. ആ ഭരതയോഗീശ്വരൻ ആ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, കണ്ണാ നീ വന്നോടെ എൻ്റെ അടുത്തേക്ക് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നോക്കിയിരിക്കട്ടെ. അവരിതൊക്കെ നശിപ്പിച്ചിട്ട് പോകും. ഏട്ടന്മാരൊന്നും നോക്കുമ്പോൾ ഉണ്ടല്ലോ വിളയൊക്കെ തവിട് പൊടിയാക്കി ഇട്ടിട്ട് പോയിട്ട് അത്ര കാട്ടുമൃഗങ്ങളൊക്കെ. പക്ഷെ എൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇരട്ടിയായിട്ടാണ് വിളകൾ കിട്ടണതെല്ലാം. കാരണം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി കണ്ടതെല്ലാം ഭഗവാനായിട്ടല്ലേ. ഭഗവാൻ വന്ന് അനുഗ്രഹിക്കല്ലാതെ കണ്ട് നശിപ്പിക്കുമോ ഭഗവാൻ എപ്പോഴെങ്കിലും? അതുകൊണ്ട് ഏട്ടന്മാർക്ക് ഇഷ്ടംപോലെ എല്ലാം നശിപ്പിച്ചിട്ടാണ് കണ്ടെങ്കിലും ഇരട്ടിയായിട്ട് വിളയൊക്കെ കിട്ടി. എന്നാലും ഏട്ടന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. വേഗം ഭരതയോഗീശ്വരനെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടു. അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായില്ല. കാരണം ആരോടെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിലല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഇവരൊക്കെ ഉപേക്ഷിക്കുന്നുള്ള നല്ല ഉറപ്പുണ്ട്. നമുക്കങ്ങനെയല്ല. നമുക്ക് ധാരണ എന്താണെന്ന് വെച്ചാൽ ഇനിയും എന്നെ കൂടുതൽ സ്നേഹിച്ച് കൂടെ നിർത്തുന്നതാണ് നമ്മുടെ ധാരണ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് കഴിവ് കുറവുണ്ടെങ്കിൽ നമ്മളെ എങ്ങനെ ഒഴിവാക്കാമെന്നാണ് അവർ ചിന്തിക്കുക. അതറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തിരിക്കുമ്പോഴാണ് അവിടെ ഒരു മുഷളപ്പണി ഉണ്ടായിരുന്നു. അത്ര മുഷളരാജൻ കാട്ടുരാജാവ് അദ്ദേഹത്തിന് മക്കളില്ലാതെ കൊണ്ട് വിഷമിക്കുമ്പോൾ ആരോ പറഞ്ഞത്ര ഭദ്രകാളിക്ക് നരബലി കൊടുത്തോളൂ, എന്നേക്ക് ഉണ്ണി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടിട്ടേക്കായിരുന്നു. അയാൾ വിവരം അറിഞ്ഞ എന്നെ ബലി കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അറിഞ്ഞ നിമിഷം അയാൾ ഓടിപ്പോയി. അയാളെ അന്വേഷിച്ച് വരുന്ന ഭടന്മാർ കണ്ടതെന്താ? നല്ല ആരോഗ്യമുള്ള ജഡഭരതയോഗീശ്വരനെയാണ്. അദ്ദേഹം പിണ്ണാക്കും ഉഴുന്നൊക്കെയല്ലേ കഴിക്കണത്. നല്ലത് കഴിച്ച് മനസ്സിന് നമ്മളൊക്കെ എന്താണ് ക്ഷീണിച്ച് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെ കൊണ്ടാണ്. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വന്നുകൊണ്ടാണ് ഷുഗറും പ്രഷറും ഇല്ലാത്ത രോഗങ്ങളൊക്കെ വന്ന് കയറിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ദിവസം ആഹാരം കഴിക്കാനായിട്ടല്ല നമ്മൾ ക്ഷീണിച്ചു പോണത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രയോ ഫ്രീ ആണ്. മനസ്സ് എത്രമാത്രം ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നല്ല ആരോഗ്യമുണ്ട്. കിട്ടുന്ന ആഹാരം സന്തോഷത്തോടു കൂടി കഴിക്കണം, ഒരു എതിർപ്പുമില്ലാതെ ഉണ്ട്. അതുകൊണ്ട് നല്ല ആരോഗ്യമുണ്ട്. അത്ര കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. വിദ്വാരശനയാ ചണ്ഡികാഗ്രഹം ഉപനിമുത വേഗം എന്ത് ചെയ്തു? ഒരു കയറുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് കെട്ടിയെന്നാണ്. ഇയാളെ തന്നെ ബലി കൊടുക്കണം. ധാരാളം മാംസവും രക്തമൊക്കെ ഉണ്ടാവുമല്ലോ, ഭദ്രകാളിക്ക് സന്തോഷമാവും എന്ന് വിചാരിച്ചിട്ട് കയറുകൊണ്ട് ബന്ധിച്ചുകൊണ്ട്. അതിൻ്റെ ആവശ്യമില്ല, വരാൻ പറഞ്ഞ പോകുന്നുള്ളൂ അദ്ദേഹം. എന്നാലും അവർക്കൊരു സംശയം, ഇയാൾ മറ്റേയാളെ കൂടെ ഓടിക്കളഞ്ഞാലോ. വേഗം കയറുകൊണ്ട് കെട്ടി കൊണ്ടുപോയി ജയിലിലടച്ചു. വൈകുന്നേരമായപ്പോൾ ആനയെ കുളിപ്പിക്കും പോലെ ചകിരിയൊക്കെ കെട്ടി മുറിച്ചിങ്ങനെ വരച്ച് കുളിപ്പിച്ചപ്പോഴാണ് ചെളി ഇങ്ങനെ ജനിച്ചിട്ട് ഇന്നേ വരെ കുളിച്ചിട്ടില്ലാത്ത ആ ചെളിയൊക്കെ അങ്ങോട്ട് പോയപ്പോഴാണ് പൂമൂടി തെളിഞ്ഞ് കാണുന്നു. അപ്പോഴാണ് അത്ര അവർക്ക് മനസ്സിലായി നല്ലൊരു ബ്രാഹ്മണനല്ല ബലി കൊടുക്കുന്നത്. ഭദ്രകാളിക്ക് സന്തോഷമായിരുന്നാണ്. ഭാഗവതം നമ്മളോട് പറയണത് എന്താണെന്നറിയോ? കുളിച്ചില്ലെങ്കിലും അദ്ദേഹം എന്ത് മുടക്കിയിട്ടില്ല? ജപം മുടക്കിയിട്ടില്ല. നമ്മൾ 5 നേരം കുളിക്കും, പക്ഷെ നമുക്ക് എന്തില്ല? ആർക്കാ ദോഷം? നമ്മളൊക്കെ അല്ലേ ദോഷം അല്ലേ? അപ്പോൾ ഭഗവാൻ കുളിച്ചിട്ടുണ്ടോയെന്ന് നോക്കാതെ പതിവില്ല. കുളിച്ചിട്ടാണ് വരുന്നത്, ഭസ്മം തൊട്ടാണ് ഇരിക്കുന്നത്, ഒന്നും ഭഗവാൻ നോക്കില്ല. കൃഷ്ണയെ നിവേശ് മനസ്സ് എത്രമാത്രം ഭഗവാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, മനസ്സിനെയാണ് ഭഗവാൻ നോക്കുക. അല്ലാണ്ട് ശരീരം ഈ കുളത്തിൽ മുന്നിൽ കുളിച്ച് ഇരുന്നോടുകൂടി വന്നു എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചോളൊന്നുമില്ല കേട്ടോ. അതൊന്നുമില്ല എന്നർത്ഥം. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഓരോ ചിട്ടകളാണ്. ഭഗവാൻ പറയുന്നു, നിങ്ങൾ എത്ര നേരം കുളിച്ചാലും എത്ര നേരം ഈ കുളത്തിൽ മുന്നിൽ കുളിച്ചാലും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? എല്ലാ മാംസവും എല്ലും മുട്ടിയും ഇന്ന് വേണ്ട മലമൂത്രങ്ങളും ഇല്ലേ? ഉള്ളിലെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണേറ്റും കൂടെ പുറത്തേക്ക് വരും. അത്രമാത്രം അഴുക്ക് നിറച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മളെ പുറമെയുള്ളത്. പുറമേ നമ്മൾ കാണുമ്പോൾ സുന്ദരനാണ് സുന്ദരിയാണെന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിലേക്ക് നോക്കുമ്പോൾ അത്രയും അറപ്പുണ്ടാകുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് ഇത് എത്രമാത്രം അതിൽ മുക്കിയെടുത്താലും ഈ ശരീരം ശുദ്ധമാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? അപ്പോൾ ശുദ്ധമാക്കേണ്ടത് എന്തായിരിക്കണം? ശരീരമല്ല, നമ്മുടെ മനസ്സാണ്. ഭാഗവതം കാണിച്ച് ഒരു കഥയെ കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണെങ്കിലാണ് നമുക്ക് മനഃശാന്തി ഉണ്ടാവുക, എങ്ങനെയാണെങ്കിലാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക. എത്ര ഈഹനോടുകൂടി കുളിച്ച് ശുദ്ധ ആരെയും തൊടാണ്ടൊക്കെ വന്ന് ഞാൻ തൊഴുതു പോയി എത്ര എന്ന് പറഞ്ഞാലൊന്നും ഭഗവാൻ നോക്കില്ല. ഭഗവാൻ നോക്കണു, നീ കുളിച്ചോ, ഈഹനം കൊടുത്തോ, രുദ്രാക്ഷം അണിഞ്ഞിട്ടുണ്ടോ, ഇതൊന്നും വിഷയമല്ല. പിന്നെ എന്താണ്? നിൻ്റെ മനസ്സ് എത്രമാത്രം ശുദ്ധമാണ്, നിൻ്റെ മനസ്സിൽ കാമക്രോധാദികളുണ്ടോ, അസൂയ കുണ്ടുണ്ടോ ഉണ്ടെന്ന് വെച്ചാൽ നീ എൻ്റെ മുമ്പിൽ വന്ന് എത്ര എത്തിയിട്ടാലും നീ കണ്ട ഭാവം നടക്കില്ല എന്നാണ്. അപ്പോൾ ഭാഗവതം നമുക്ക് പറഞ്ഞു തരാം. അദ്ദേഹത്തിനെ ഞങ്ങളെ കുളിപ്പിച്ചിട്ട്
ചെടിയൊക്കെ അങ്ങോട്ട് പോയി വേഗം അദ്ദേഹത്തിന് അവസാനത്തെ അത്താഴമൊക്കെ കൊടുത്തു. നല്ല ചെമ്പരത്തിമാല അണിയിച്ചു, ചുവന്ന പട്ടുടിപ്പിച്ചു, കുങ്കുമപ്പൊട്ടൊക്കെ തൊടിയിച്ച് വാദ്യമേളങ്ങളോട് കൂടിയിട്ടാണ് അത്ര അദ്ദേഹത്തിന് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി ആ ഭദ്രകാളിയ പുരത ഉപവേശയാമാസു. ഭദ്രകാളിയുടെ അതിഭയാനകമായിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിനെ ബലിപീഠത്തിൽ അങ്ങനെ കൊണ്ടിരുത്തി. അങ്ങനെ ആ വെളിച്ചപ്പാടന്മാർ അങ്ങനെ കോമരങ്ങളൊക്കെ ഒഹഞ്ഞ് തുള്ളാൻ തുടങ്ങി, പെരുമ്പറകളൊക്കെ മുഴങ്ങാൻ തുടങ്ങി, ആഹപ്പും വാക്കിലെയും ബഹളവും അങ്ങനെ അതികോലാഹലങ്ങൾ. പാതിരാത്രിയിൽ ബലി കൊടുക്കാനൊക്കെയുള്ള ബഹളങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ വെട്ടാൻ അങ്ങനെ ഓടുന്ന സമയത്ത് ഭരതയോഗീശ്വരൻ അല്പം പോലും ഭയമില്ല. അദ്ദേഹം ആ ഭഗവതിയുടെ രൂപത്തിനിങ്ങനെ കൺകുളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഭദ്രകാളിയുടെ അതിഭയാനകമായിരിക്കുന്ന വിഗ്രഹമാണ് വെച്ചെങ്കിലും അദ്ദേഹം അതൊന്നല്ല കാണുന്നത്. എൻ്റെ കണ്ണെന്താ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അപ്പം പിന്നെ എങ്ങനെ പേടി ഉണ്ടാവുമോ? അതാണ് അതിൻ്റെ ഭാവം. അതാണ് ഭക്തന്മാർ പൂന്താനം ഒരിക്കൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നിട്ട് കൊടുങ്ങല്ലൂരമ്മയുടെ മുമ്പിൽ വന്ന് നമസ്കരിച്ചത്ര. പീതാംബരം കരവിരാജിത ശംഖദഗ്ധകൗമോദകീ സരസിജം കരുണാസമുദ്രം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചൊല്ലി നമസ്കരിച്ചപ്പോൾ അവിടുത്തെ അടികളുണ്ടല്ലോ, പൂജയ്ക്കുന്ന അടികളാണല്ലോ, അടികളൊക്കെ പാടെ കളിയാക്കി പാടെ ഇത് കുരുമ്പയല്ലേ, ഇത് ഭദ്രകാളിയല്ലേ, ഇതിൻ്റെ മുമ്പിൽ വന്നിട്ട് ആ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി എന്നൊക്കെ പറഞ്ഞ് ചൊല്ലണമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കണ്ണനെ എൻ്റെ ഗുരുവായൂരപ്പന അവിടെ അമ്മയുടെ രൂപത്തിലിരിക്കുന്നതെന്നാണ്. എനിക്ക് വേറെയായിട്ട് തോന്നണ്ടേ, അമ്മയുടെ കയ്യിലിരിക്കുന്ന വാളിനെ കണ്ടിട്ട് എനിക്ക് ഓടക്കോളായിട്ടാണ് തോന്നുന്നത്. എൻ്റെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഓടക്കോളിൽ വിളിച്ചിരിക്കണം, ഓടക്കോട്ട് നോക്കിയതാണ്. അപ്പോൾ പിന്നെ എന്ത് പറയാനാണ് അല്ലേ, അവർ പോലും കേട്ടുപോയെന്നാണ്. ഈ ഒരു ഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടതെന്ന് അർത്ഥം. ഇപ്പോൾ കൊടുങ്ങല്ലൂരമ്മയെ കണ്ടാലും ഗുരുവായൂരപ്പനായിട്ട് കാണാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഭയം പോയില്ലേ. ആ ഭയങ്കരമായിരിക്കുന്ന രൂപത്തിനല്ല അദ്ദേഹം കണ്ടത്, എൻ്റെ കണ്ണനല്ലേ ഇരിക്കുന്നത്. ആ മുമ്പിലങ്ങനെ ഇരിക്കണ കണ്ടോട് കൂടിയിട്ട് അദ്ദേഹം ആ ഉള്ളാലെ ഇങ്ങനെ കൃഷ്ണ എന്ന് വിളിക്കുക. കൊന്നാലെന്താ, എന്തായാലെന്താ, എൻ്റെ കണ്ണനെ മുമ്പിലങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഭഗവതിയെ കണ്ടില്ല, ഭദ്രകാളിയെ കണ്ടില്ല, അദ്ദേഹം ആ വാളിനെ കണ്ടില്ല. എൻ്റെ കണ്ണൻ ഇങ്ങനെതാ. കാളിയും കൃഷ്ണനും ഒന്ന് തന്നെയാണെന്നാണ് എപ്പോഴും പറയുക. ശ്രീരാമകൃഷ്ണ പറയും, കാളിയും കണ്ണനും തമ്മിൽ എന്തേ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല, രണ്ട് കറുത്തതാണ് അത്ര. കറുത്തത് രണ്ടെണ്ണേ ഉള്ളൂ, കാളിയും കൃഷ്ണനും മാത്രം. ബാക്കിയൊക്കെ സ്വർണ്ണ നിറം, ശിവനൊക്കെ സ്വർണ്ണ നിറമാണ്. അപ്പോൾ ഈ രണ്ടെണ്ണേ കറുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കറുപ്പിന് അഴക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടാറില്ലേ. അപ്പോൾ ഇത് നല്ല അഴകാർന്ന രൂപം, അതങ്ങനെ ദാച്ചു പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നി. ആ കണ്ണനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും അവരുടെ അതിഭയാനകമായിരിക്കുന്ന ശബ്ദങ്ങളൊക്കെ എടുത്തുകൊണ്ട് സൂനായാം അപ്യനുമതമാലംബനം തതുപലഭ്യ ബ്രഹ്മതേജസ അതിദുർവശഹേന ദന്തക്ഷ്യമാനം നവപുഷാ സരസോച്ചാടസൈവ ദേവി ഭദ്രകാളി. അട്ടഹാസത്തോടുകൂടി വെട്ടാനങ്ങടെ ഒങ്ങിയപ്പോഴേക്കും അതിനേക്കാൾ മണ്ടകടാഹങ്ങൾ പൊട്ടുമാറ് അത്യുച്ഛത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ആ ഭദ്രകാളി ദേവി ആ വിഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ട് ചാടി. ആ നൂറുകണക്കിന് ഭൂതഗണങ്ങളും കൂളികളും കൂടി കിടന്നു എന്ന് മാത്രമല്ല, പിന്നെ പറയാനുണ്ടോ, അതിഗംഭീരമായിരിക്കുന്ന ഒരു യുദ്ധം. അമ്മയ്ക്ക് യുദ്ധമൊന്നും ആവശ്യമില്ല, തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാനുള്ള എന്തെന്നില്ലാത്ത ഭാവത്തോടുകൂടെ ഇവിടെ വന്നു എന്ന് മാത്രമല്ല, അല്പനേരം കൊണ്ട് തന്നെ ആ വെളിച്ചപ്പാടന്മാരുടെയും വൃഷളപതിയുടെയും ഒക്കെ തല അങ്ങോട്ട് ഉരുളാൻ തുടങ്ങി. ശിര കന്തുകലിയിലയാണെന്നാണ്. ആ തല ഇങ്ങനെ ഉരുളാൻ തുടങ്ങി, അത്ര പന്ത് പോലെ ഉരുളാൻ തുടങ്ങി. ആ രക്തപ്പുഴ ഒഴുകി ആ ക്ഷേത്രം മുഴുവനും. അതെല്ലാം കൂളികളും ഭൂതഗണങ്ങളും ആ രക്തവും മാംസമൊക്കെ കുടിച്ച് അവർ മതോന്മത്തന്മാരായി. കുറേ സമയം അവരുടെ അട്ടഹാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. എല്ലാത്തിനും നിരപ്പാക്കി കഴിഞ്ഞപ്പോൾ അമ്മയൊന്ന് നോക്കി ആ ഭരതയോഗീശ്വരനെ തൻ്റെ തൃക്കടാക്ഷങ്ങളെ കൊണ്ട് ഒന്നങ്ങടെ അനുഗ്രഹിച്ചു. അത് മാത്രമേ വേണ്ടൂ. ആരാ അമ്മയായിട്ട് വന്നിരിക്കുന്നത്? അതാ കണ്ണൻ തന്നെയാണ് അല്ലേ, ഗുരുവായൂരപ്പൻ തന്നെയാണ് കാളിയുടെ വേഷത്തിൽ വരപ്പോൾ. അത് സർവൈയ സ്വരൂപൈർന്ന സദാ സർവത്ര സർവദ. ഏത് രൂപത്തിലാണ് ഈശ്വരൻ വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പൂന്താനത്തിൻ്റെ കഥ കേട്ടിട്ടില്ലേ? മങ്ങാട്ടച്ഛൻ്റെ രൂപത്തിൽ വന്ന് അനുഗ്രഹിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? അതേപോലെയാണ് ഭഗവാൻ. നമ്മളെങ്ങനെ എല്ലാം വിട്ട് നീയേ ഉള്ളൂ കണ്ണാ, വേറെ ആരും ഇല്ല കേട്ടോ എന്നുള്ള ആ അനന്യഭാവം അങ്ങനെ വരുമ്പോൾ ഭഗവാൻ പല രൂപത്തിലാണ് നമ്മളെ അനുഗ്രഹിക്കാൻ വരിക. ഏത് സമയത്ത് വിശപ്പ് കൊണ്ട് വല്ലാതെ കണ്ടിരിക്കുമ്പോൾ ആഹാരത്തിൻ്റെ രൂപത്തിൽ ഒന്നൊന്ന് വരും, മരുന്നിൻ്റെ രൂപത്തിൽ വരും, ഡോക്ടറുടെ രൂപത്തിൽ വരും. ഏതെല്ലാം രൂപത്തിലാണ് ഭഗവാൻ ഓരോരുത്തർക്ക് അനുഗ്രഹമായിട്ട് വരാമെന്നറിയോ? ഇന്നും അതൊക്കെ നടക്കണ്ടെങ്കിൽ, ധാരാളം നടക്കണ്ടെങ്കിൽ സത്യമല്ലേ അദ്ദേഹം അവിടെ അല്പനേരം ആ ഭദ്രകാളി ദേവി പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ ഭക്തനെ അങ്ങനെ നോക്കി എന്നിട്ട് ആ വിഗ്രഹത്തിലേക്ക് മറിഞ്ഞുപോയി. ഇതാണ് നമുക്ക് ഭാഗവതം കാണിച്ചു തരിക. മഹാത്മാക്കളായിട്ടുള്ള ആളുകളെ
ഉപദ്രവിക്കാൻ തുനിഞ്ഞാൽ, അവരെക്കുറിച്ച് വേണ്ടാധീനം പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ദോഷം എന്താണ്? കുലം സമൂലം മുടിയുമെന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരികയാണ് അല്ലേ. അപ്പം നമുക്ക് എല്ലാം ഉണ്ടാവണമെങ്കിൽ സജ്ജനങ്ങളെ ആദരിക്കേണ്ടതിന് പകരം നിന്ദിക്കേണ്ടി വരിക, അത് മതി എന്നാണ്. എല്ലാം നശിക്കാൻ കാരണം സജ്ജനങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ സ്വരൂപങ്ങളാണ്. അവരെ കാണുമ്പോൾ ലജ്ജ വിട്ട് വീണ് നമസ്കരിക്കാൻ സാധിക്കണം. മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് നമിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് മതി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന്. അല്ലാണ്ട് ഭഗവാനെ പൂജിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പൂജിച്ചില്ലെങ്കിലും വേണ്ടില്ല, സജ്ജനങ്ങളെ പൂജിച്ചാൽ മതി, സജ്ജനങ്ങളെ നമസ്കരിച്ചാൽ മതി, അവരെ കണ്ടാലേ മതി. അതുപോലും നമ്മുടെ എല്ലാ ദുരിതങ്ങളും ജാതകമുണ്ടാക്കി തീർക്കും എന്ന് പറയുകയാണ് അത്ര. അതിനുശേഷം അവിടുന്ന് പിന്നെ അവിടെ നിന്നില്ല. ആ ഭരതയോഗീശ്വരൻ ആ ക്ഷേത്രം വിട്ടിറങ്ങി. അങ്ങനെ പോകുന്ന സമയത്താണ് സിന്ധു സൗവീര ബലത്തിലെ രാജാവായിരിക്കുന്ന രഘുഗണൻ, അദ്ദേഹത്തിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? ധാരാളം അറിവ് നേടിയിട്ടുണ്ട്. എത്ര ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം വായിച്ചിട്ടുള്ളത് എന്ന് കണക്കില്ല. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് തല പുണ്ണാക്കി വെച്ചേക്കാണ് അത്ര. നമ്മളെപ്പോലെ തന്നെ നമ്മളൊക്കെ പറയാറില്ലേ, ഇഷ്ടംപോലെ പുസ്തകം വായിച്ച് നല്ല അറിവാണെന്ന് പറയും. പക്ഷേ ഈ അറിവ് ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇതെല്ലാം വീട്ടിലെ പശുവിനെ പോലെ നമുക്ക് ഉപകാരപ്രദമായില്ലെങ്കിൽ, നമുക്ക് അനുഭവം വന്നില്ലെങ്കിൽ ഈ അറിവുകൊണ്ട് എൻ്റെ ഒരു പ്രയോജനം, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഓൺലൈനിൽ നീന്തൽ പഠിപ്പിക്കും പോലെ, ഓൺലൈനിലൊക്കെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ. അപ്പോൾ അങ്ങനെ പഠിച്ചു എന്ന് വിചാരിച്ച് വെള്ളത്തിലിറങ്ങിയാൽ ശരിയാവുമോ? വെള്ളത്തിലിറങ്ങിയാൽ വെള്ളം കുടിച്ച് താവള തന്നെ തീരുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ശരിയാവില്ല എന്നർത്ഥം. അപ്പോൾ അതിനെന്ത് വേണം? നേരിട്ട് തന്നെ അനുഭവം വരണം നമുക്കുണ്ടേ. വെള്ളത്തിൽ നീന്തി കൈകാലൊക്കെ പൊളിഞ്ഞും വെള്ളം കുടിച്ചും അങ്ങനെയൊക്കെ തന്നെ നീന്തൽ പഠിക്കേണ്ടത്. അപ്പോൾ അത് അനുഭവമാണ്. അപ്പോൾ അറിഞ്ഞാൽ മാത്രം വരാത്ത. പുസ്തകം നോക്കി ഇന്ന് കുട്ടികൾ കണ്ടുകൂടെ? പുസ്തകം നോക്കി യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാനൊക്കെ തുടങ്ങുക. ഇവിടെ വീട്ടിലൊക്കെ ഉണ്ട പരിപാടി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ പഠിച്ചു എന്ന് വെച്ചാൽ അനുഭവമാവില്ല. നമ്മുടെ അമ്മമാർക്ക് ഇങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? യൂട്യൂബും വേണ്ട, ഒരു കടലാസും വേണ്ട, പേനയും വേണ്ട. എന്തേ വേണ്ടത്? ഉപ്പിടാനൊക്കെ അവരിങ്ങനെ നടന്ന് നോക്കിയിട്ടാണ്, കൂടുകയോ കുറയോ എന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല അല്ലേ. നമുക്കറിയാം ഉപ്പിട്ടാൽ മതി. അതിങ്ങനെ ഒഴിച്ചാലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി സംഭാവന അവിയിലോ എന്ത് വേണം നമ്മൾ ഉണ്ടാക്കണം. ഇതാണ് അനുഭവം എന്ന് പറയുന്നത് അല്ലേ. ആ അനുഭവം അത് മറ്റൊരാൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല, സ്വയമേവ നമുക്ക് ഉണ്ടാവേണ്ടതാണ് അല്ലേ. അദ്ദേഹം കുറേ ഗ്രന്ഥങ്ങൾ വായിച്ച് അറിവ് നേടിയിട്ടുണ്ട്, പക്ഷേ അനുഭവം വന്നിട്ടില്ല. അദ്ദേഹം അനുഭവസ്ഥനായിരിക്കുന്ന ഒരു ഗുരുനാഥനെ അന്വേഷിച്ചിങ്ങനെ പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പല്ലക്കിൽ കയറിയ പോണത്. അപ്പോൾ അതിൻ്റെ 4 തണ്ട് ഉണ്ടല്ലോ, ആ 4 തണ്ടും എടുക്കാൻ 3 തണ്ടിനെ ആവുള്ളൂ. ഒരാൾ ലീവാണ് അത്ര, എടുക്കാനാവില്ല. ആ ഭാഗം ഇങ്ങനെ താഴ്ന്നു നിൽക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നല്ല ആരോഗ്യമുള്ള ഭരതയോഗീശ്വരനെ കണ്ടപ്പോൾ വേഗം പറഞ്ഞു, ഈ തണ്ടെടുത്ത് തുളത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനൊരു മടിയുണ്ടായില്ല. തണ്ടെടുത്ത് തുളത്ത് വെച്ച് അങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ദൃഷ്ടിഭൂതം മനഃഭൂതം. നടക്കുന്ന സമയത്ത് ഒരു ജീവിയെ പോലും ചവിട്ടാൻ പാടില്ല എന്നാണ്. ഒരു ഉറുമ്പിനെ കാണുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? ഈ തോളത്ത് തണ്ട് ചട്ടം വെച്ച് കൊടുക്കും അത്ര. അപ്പോൾ ഒരു പുഴുവിനെ കണ്ടാലൊക്കെ അദ്ദേഹം ഇങ്ങനെ ചാടി ചാടി കിടക്കാൻ പോയി. അദ്ദേഹം ചാടുമ്പോൾ അകത്തിരിക്കുന്ന ആളുടെ തല മുകളിൽ ചെന്ന് മുട്ടിയാണ് അത്ര. അതിക്ക് വേദന എടുത്ത് തുടങ്ങി. അത് കട്ടനൊക്കെ മാറ്റിയിട്ട് നോക്കിയിട്ട് ആരായി ചാട്ടക്കാരനെന്ന് ചോദിച്ചു അത്ര. അപ്പോൾ പറഞ്ഞു, പുതിയതായിട്ട് നമ്മൾ നിയമിച്ച ആളാണ് അത്ര. അയാളെന്താ ചാടി നടക്കുന്നത്? അയാളെന്താണെന്നറിയില്ല, പിന്നെ ചാട്ടക്കാരനാണ് എഴുതുന്നത്. അപ്പോൾ എന്തിനെ കാണുമ്പോഴും ഏതൊരു പ്രാണിയെ കാണുമ്പോഴും അതിലെല്ലാം ഭഗവാനെ കാണുന്ന ആളുകൾക്ക് അതിനെ ദ്രോഹിക്കാൻ പറ്റുമോ? നമുക്കങ്ങനെ വിഷയമൊന്നുമില്ല. അവർ ചെരുപ്പിട്ടൊന്ന് അരച്ചിട്ടങ്ങോട്ട് പോകും. ഇനി ഒരാളെ ദ്രോഹിക്കരുത് എന്നുള്ള മട്ടിൽ സജ്ജനങ്ങൾക്ക് അത് സാധിക്കില്ല എന്നാണ്. അവരെപ്പോഴും അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ നീളം എത്രയുണ്ടോ അത്രയും ദൂരത്തേക്ക് നോക്കി നടക്കണം എന്നാണ് പണ്ടുള്ള നിയമം. അങ്ങനെ നോക്കിയായിരുന്നു നമുക്ക് അപകടം ഉണ്ടാവില്ല. എന്തിനാണ് നടക്കണമെന്ന് വെച്ചാൽ ഒരു പ്രാണിയും ദ്രോഹിക്കാണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങനെയല്ല മേപ്പോട്ടേക്ക് വയ്ക്കാൻ നടക്കുന്നത്. അപ്പം പിന്നെ എവിടേക്ക് എത്തുന്ന കാരണം ആരെയൊക്കെ നശിപ്പിക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഇതങ്ങനെ കണ്ടോടുകൂടി പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വന്നത്ര രഘുഗണന്. അയാൾ നോക്കിയപ്പോൾ പറഞ്ഞു, പാവം ക്ഷീണിച്ചിരിക്കണം, ആരോഗ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചാടിയൊക്കെ നടക്കുന്നത്. നിന്നെ ഞാൻ യമൻ്റെ ലോകത്തിലേക്ക് വിടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബഹളമൊക്കെ ഉണ്ടാക്കിയത്ര. ഭരതയോഗീശ്വരൻ ജനിച്ചിട്ട് ഇന്നേ വരെ ആരോടും മിണ്ടിയിട്ടില്ല. പക്ഷേ ഇയാൾക്ക് പറഞ്ഞാൽ നേരെയാണെന്ന് തോന്നി. അങ്ങനെയുള്ളവരുടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലേ. ചിലയിടത്തൊക്കെ ചെന്ന് ഞങ്ങൾക്കൊന്നും പറയാറില്ല, കാരണം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എല്ലാവരും അങ്ങോട്ടും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ പറ്റുമോ? ഇവിടെ എന്ത് രസമായിട്ടാണ് എല്ലാവരും കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാനൊരു ഉത്സാഹമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ശ്രദ്ധയുള്ളിടത്തെ പറയാൻ പാടുള്ളൂ. ശ്രദ്ധയില്ലാത്ത പറയാൻ പാടില്ലല്ലോ. ഇയാൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇയാൾ പറഞ്ഞു കൊടുത്താൽ നേരെയാവുമെന്ന് തോന്നി വേഗം പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ വളരെ സത്യം തന്നെ. ത്രയോദിതം വിപ്രലബ്ധം ഭക്തുസമേ സ്യാദ്യതി വീരഭാര ജന്തുയതി സ്യാതധിഗമ്യമധ്വാ
ഈ വേദിരാശോ വിധം ഭവാദ എന്ന് പറഞ്ഞതൊക്കെ വളരെ സത്യം തന്നെയാണ്. ഈ ജഡശരീരം സഹിക്കുന്നു എന്നുള്ള ഒരു ഭാവം തന്നെ ഇല്ല എന്നാണ് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ശരീരം തന്നെ എന്താണ്, ഒരു ജഡമാണ്. അപ്പോൾ പിന്നെ ഞാൻ വഹിക്കുന്ന സാധനമാണെങ്കിലോ ഈ രഥവും രഥമാണ്, ജഡം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന അങ്ങ് രാജാവാണെങ്കിലോ അങ്ങും ജഡം തന്നെയാണ്. അല്ലാണ്ട് ഇപ്പം എന്താ ഉള്ളത് അല്ലേ? ജഡവസ്തുവാണ് ഇതൊക്കെ, ഇതെല്ലാം ജഡമാണ്. ഈ പലക എങ്ങനെയാണോ അതേപോലെ തന്നെയല്ലേ എൻ്റെ ശരീരം, വ്യത്യാസമൊന്നുമില്ല എന്നർത്ഥം. ഈ മൈക്ക് പോലെ തന്നെ എല്ലാം ജഡവസ്തുവാണ്. പക്ഷെ ഇതിന് ചൈതന്യം ഉണ്ടെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഉള്ളിൽ മറ്റതുള്ളത് കൊണ്ടാണ് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നത്. അങ്ങ് പറഞ്ഞില്ലേ, നന്നായിട്ട് ക്ഷീണിച്ചിരിക്കണു, തടിച്ചിരിക്കണു, ഇതെല്ലാം ശരീരധർമ്മങ്ങളാണ്. വിശപ്പ്, ദാഹം, ഉറക്കം വരിക, അല്ലെ, തടിക്കുക, ക്ഷീണിക്കുക, ഇതെല്ലാം ശരീരധർമ്മങ്ങളാണ്. ഞാൻ ശരീരമല്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. കേവലം ശിവോഹം ചിദാനന്ദരൂപ, ശിവോഹം ശിവോഹം, ആ രൂപമാണ്. അതങ്ങനെ പറഞ്ഞു കൊടുക്കുക. അത്ര ചെറുതായിട്ട് നമ്മളെത്ര പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയാം, ഇന്ന് അങ്ങ് സ്വാമിയാണ്, ഞാൻ ഭക്തനാണ്. നാളെ ഞാൻ ആരാകും? ഞാൻ രാജാവാവും, അങ്ങ് സ്വാമിയാവും, അല്ലേ? കാലചക്രം എന്നല്ലേ നമ്മൾ പേര് പറയാം. കാലചക്രം എന്ന് പറഞ്ഞാൽ, ചക്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ മുകളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? കീഴ്പോട്ടേക്ക് വരും, കീഴ്പോട്ടേക്കുള്ള ഭാഗം മേൽപോട്ടേക്ക് വരും. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം ഇങ്ങനെയല്ലേ. അപ്പോൾ നമ്മളൊക്കെ അഹങ്കരിക്കണതാണ്. ഞാൻ അതാണ്, ഇതാണ്, അദ്രോഹം, അല്ലേ, നരേന്ദ്രോഹം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അഹങ്കരിക്കുമ്പോൾ നാളെ നമ്മൾ പോണത് എവിടേക്കാണെന്നറിയോ? അടിയിലേക്കാണ്. അടിയിലുള്ളവർ മേൽപോട്ടേക്ക് വരും. ഇതാണ് കാലചക്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് കേമൻ എന്നൊരിക്കലും വിചാരിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇന്നലെ ഞാൻ മകനായിരുന്നു, പിന്നീട് ഭർത്താവായി, പിന്നെ അച്ഛനായി, പിന്നെ മുത്തശ്ശനായി, പിന്നെ പടായി, അല്ലേ? നമ്മളൊക്കെ അറിയില്ല. അപ്പോൾ പിന്നെ ഫോട്ടോ ആയിട്ട് മാറും. ഇത്രയും തന്നെയുള്ളൂ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഓർക്കുകയും കൂടിയില്ല ആരും. അതേപോലെ നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് പോയില്ലേ. അപ്പോൾ ഈ സ്ഥാനമാനങ്ങളൊന്നും സ്ഥിരമല്ല. ഇന്നും മകനായിട്ട് നിൽക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അച്ഛനും അമ്മയും ഉള്ളപ്പോഴാണ് നമുക്ക് മകൾ എന്നുള്ള സ്ഥാനമുള്ളൂ. അച്ഛനും അമ്മയും പോയാൽ പിന്നെ നമ്മളെന്തായി? പിന്നെ അതില്ലാതെ ഉണ്ടായി. പിന്നെ നമ്മൾ അച്ഛനും അമ്മയായി. അത് കഴിഞ്ഞാൽ നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയായിട്ട് മാറുന്നു. ഇങ്ങനെ ഭാവങ്ങൾ മാറി മാറി വന്നു. ഇതൊന്നും സ്ഥിരമല്ലെങ്കിൽ ഇതിനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ല മഹാരാജാവെ വേണ്ടത് എന്ന് പറഞ്ഞു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാനും വാക്കങ്ങൾ കേട്ടപ്പോഴേക്കും രാജാവിന് മനസ്സിലായി, ഞാൻ അന്വേഷിച്ചു പോകുന്ന ഗുരുനാഥൻ ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കി വേഗം ആ പാദങ്ങളിൽ നമസ്കരിച്ചു. എനിക്ക് വേണ്ടതായിരിക്കുന്ന അറിവിനെ തരണേ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കോപിതപാതവാദൻ, അങ്ങേക്ക് നല്ല അറിവുള്ളവനായിട്ട് അങ്ങ് അഭിനയിക്കണു. അങ്ങേക്കൊരു ചുക്കും അറിയില്ല. അറിഞ്ഞത് അല്പേ അറിയുള്ളൂ. ഇനിയും എത്രയോ അങ്ങേക്ക് അറിയാനുണ്ടെന്നാണ്. ഒന്നും അറിയാഞ്ഞിട്ടും ഞാൻ എന്ത് വിചാരിക്കണു? എല്ലാം അറിഞ്ഞവനാണെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തേ അറിഞ്ഞത്? ഒന്നും അറിഞ്ഞിട്ടില്ല. കയ്യോളം അറിഞ്ഞു, കടലോളം അറിയാൻ കിടക്കുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ അറിഞ്ഞു എന്നുള്ള അഹങ്കാരം നമുക്കുണ്ടാവണം. മഹാരാജൻ ഇതൊക്കെ ഉണ്ടാവണം എന്താണെന്നറിയോ? ഈ ഞാനെന്നുള്ള ഈ ശരീരബോധം കൊണ്ടാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണു? സ്വപ്നേ നിരുക്കരിയ ഗ്രഹമേധി സൗഖ്യം യസ്യഹേയാനമിതം സ്വയം സ്യാൽ. നമ്മൾ ഓരോരുത്തരും ഈ ഗ്രഹസുഖങ്ങളിലൊക്കെ ഭവിച്ചിങ്ങനെ കഴിയുമ്പോൾ ഇതൊക്കെ എത്ര നേരത്തേക്കാണ്? സ്വപ്നം പോലെ എന്നാണ് ഭാഗവതത്തിൻ്റെ വാക്ക്. അദ്ദേഹം പറയാം, രാത്രിയിൽ ലോട്ടറി അടിച്ചൊക്കെ സ്വപ്നം കണ്ടില്ലേ നമ്മൾ? നന്നായിട്ട് ലോട്ടറി അടിച്ചു, ലക്ഷങ്ങൾ കോടികൾ കിട്ടിയതൊക്കെ സ്വപ്നം കാണുന്നു. നേരം വിളിച്ചായി നോക്കുമ്പോഴാണ് അത്ര സ്വപ്നം മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു ലോട്ടറി ടിക്കറ്റ് പോലും ഈ അടുത്ത കാലത്തൊന്നും എടുത്തിട്ടില്ല എന്ന് മനസ്സിലാവുന്നത്. അതേപോലെയാണ് നമ്മൾ സുഖമുണ്ടെന്ന് വിചാരിക്കുന്നതെല്ലാം അല്പകാലത്തേക്ക് മാത്രമാണ്. ഒരിക്കലും സുഖമില്ല എന്നാണ്. സുഖം എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ചക്രവാളം പോലെയാണ്. പടിഞ്ഞാറ് ആകാശം മുട്ടിയിട്ടുണ്ടെന്ന് തോന്നും, അല്ലേ? അവിടെ നോക്കിയാൽ ആകാശം അവിടെ മുട്ടിയിട്ടുണ്ടെന്ന് തോന്നും. അവിടേക്ക് ചെല്ലുമ്പോഴോ ആകാശം നീണ്ടു പോകും. അതേപോലെ സുഖം സുഖം മാനുഷനക്കിനാവിൽ തത്തിക്കളിപ്പിപ്പൊരു ദിവ്യസൂത്രം. നമ്മുടെ മനസ്സിനെ കളിപ്പിക്കുന്ന ഒരു സൂത്രമാണ് ശരിക്കും പറഞ്ഞാൽ സുഖം എന്ന് പറഞ്ഞാൽ. ചില കാളവണ്ടിക്കാരൊക്കെ കണ്ടിട്ടില്ലേ? അതെന്ത് ചെയ്യും? ആ മുഖത്തിൻ്റെ മുമ്പിൽ ഒരു തീറ്റ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും, പുല്ലുകെട്ട ഏതെങ്കിലുമൊക്കെ. അപ്പോൾ ഇതിങ്ങനെ എത്തിച്ച് തിന്നാന്ന് വിചാരിച്ച് നാക്ക് നീട്ടിക്കൊണ്ട് ഇപ്പോൾ കിട്ടുന്ന വിചാരിച്ച് മുന്നോട്ട് പോകും. അത് കിട്ടുമൊന്നുമില്ല. അതങ്ങനെ തൂക്കിയിട്ടുണ്ടെന്നല്ലാണ്ട് ആ പശു, ആ കാളയ്ക്ക് അല്ലെങ്കിൽ കഴുതയ്ക്കൊന്നും അത് തിന്നാനും പറ്റില്ല. അതേപോലെയാണ് നമ്മൾ ഈ സുഖത്തിൻ്റെ പിന്നാലെ പോവുകയാണത്രേ. ആ സുഖം എവിടെ ഇരിക്കണോ? നമ്മുടെ ഉള്ളിലിരിക്കണം, അല്ലേ?
അതിനാണൊരു വാക്ക് പറയാത്ര കസ്തൂരിമാനിനെ പോലെ എന്ന് പറയും. കസ്തൂരിമാനിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗന്ധം, നല്ലൊരു സുഗന്ധം വരും അത്ര കസ്തൂരിമാനിന്. അപ്പോൾ ഈ കസ്തൂരിമാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സുഗന്ധം എവിടെന്നാണ് വരുന്നത് എപ്പോഴും അതിങ്ങനെ കാണിച്ചുകൊണ്ട് കിടക്കും. അത് തന്നെ തിന്നാൻ സമയമില്ല. ഇതെവിടുന്നാണ് ഈ സുഗന്ധം വരുന്നത്? തന്നിൽ നിന്ന് തന്നെയാണെന്ന് ഉള്ള ബോധമില്ലാതെ കണ്ട് അത് ലോകം മുഴുവൻ അന്വേഷിച്ച് നടക്കുക. ഇതേപോലെയാണ് നമുക്ക് എവിടെ നിന്ന് ആനന്ദം കിട്ടണത്? അതൊരിക്കലും പുറമേന്നല്ല, നമ്മളിൽ തന്നെയുണ്ട് ആനന്ദം. എല്ലാം എന്ത് വേണം നമുക്ക്? എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഐശ്വര്യങ്ങൾ വേണോ? പുറമെ ഒരിടത്ത് പോയിട്ട് നമുക്ക് അഷ്ടൈശ്വര്യങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ? അതൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടാവണം അല്ലേ? മകന് തരാൻ പറ്റില്ല, മകൾക്ക് തരാൻ പറ്റില്ല, ഭർത്താവിന് തരാൻ പറ്റില്ല, ഭാര്യയ്ക്ക് തരാൻ പറ്റില്ല, ആർക്കും തരാൻ പറ്റില്ല. അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വിട്ടിട്ടാണ് നമ്മളെ ഇങ്ങനെ വിട്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ വിത്തല്ലേ ആലിൻ്റെ വിത്ത് കണ്ടാൽ തന്നെ നമുക്ക് ഇത്തിരി തോന്നും. ആലുമ്പഴത്തിൻ്റെ ഉള്ളിൽ ഇത്തിരി കാണില്ലേ? അതെവിടെയെങ്കിലും വീഴുമ്പോൾ ആ വിത്ത് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ വടവൃക്ഷം ഉണ്ടെന്ന് തോന്നുമോ? വേണ്ട സമയമാകുമ്പോൾ ഇത്രയും വടവൃക്ഷം ഉണ്ടാവുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ സകല ഐശ്വര്യങ്ങളും എന്താണോ നമുക്ക് വേണ്ടത് അതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിനെ കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അതിനെ അനുഭവിക്കാൻ പറ്റാത്ത എന്താ? ഈ ശരീരമാണ് ഞാനെന്നുള്ള ബോധം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അതിനൊക്കെ കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞു യാവതേ തന്മന ആത്മലിംഗം സംസാരതാപാവപനം ജനസ്യ ശോകമോഹാമയരാഗലോഭവൈരാനുബന്ധം മമതാം വിധത്തേ. അതുകൊണ്ട് ഈ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുമെന്നാണ് പറഞ്ഞതെല്ലാം. അത് തന്നെയാണ് ഈ ഞാനെന്ന അഹങ്കാരം പോയി കിട്ടണം. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചെന്നിട്ട് ചോദിച്ചു, ഗുരുനാഥ എനിക്ക് മനഃശാന്തി ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. രമണ മഹർഷി ഇങ്ങനെ ഒരിടത്തിരിക്കുകയായിരുന്നേ. അപ്പോഴാണ് ഇയാൾ ചെന്നിട്ട് ചോദിക്കണത്, മനഃശാന്തി ഉണ്ടാവാൻ ഗുരുനാഥ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ എഴുന്നേറ്റ് പോയിരിക്കുക. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഇതെന്തൊക്കെ ഇത് ഇങ്ങനെ പറയണേ? അദ്ദേഹം പോയാൽ എനിക്ക് മനഃശാന്തി ഉണ്ടാവുമോ? കുറച്ച് പിന്നാലെ ചെന്നു, ഗുരുനാഥ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ, എനിക്ക് എന്തേ മനസ്സമാധാനം ഇല്ലാത്തത്, അതിനെന്തേ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴും ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ പോയാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് പോയി. പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോഴാണ് ശിഷ്യൻ കുറച്ച് നേരം ആലോചിച്ചു, എന്തേ അദ്ദേഹം പറഞ്ഞ് എഴുന്നേറ്റ് പോകാനുള്ള കാരണം ഞാനെന്ന അഹങ്കാരം അല്ലേ? ഇപ്പോഴും ഞാൻ അങ്ങനെയല്ല പറയേ, ഞാനാണ് ഇവിടെ ആചാര്യൻ, ഞാനാണ് ഭാഗവതം വായിക്കുന്നത്, ഞാനാണ് ഭാഗവതം പറയണത്, ഞാൻ അവിടെ ഇരുന്ന് മുഴുവനും ഇരുന്ന് കേട്ടു, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കേട്ടു. ഇതൊക്കെ നമ്മൾ പറയില്ലേ? ആ അഹങ്കാരം എപ്പോൾ ഇല്ലാണ്ടാവണോ അപ്പം നമുക്ക് മനുഷ്യ സമാധാനമായി എന്നാണ്. നന്ന വാക്കിൽ ചെറുതായിട്ട് പറഞ്ഞതാട്ടോ, ധാരാളം ഉണ്ടെന്ന് പറയാൻ, അത്രയൊന്നും പറയാൻ നമുക്ക് സമയം കിട്ടില്ല. അത്രയും നല്ല വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സാണ് ഇതിനെല്ലാം കാരണം. ഈ ശരീരത്തിനോട് ഒട്ടി നിന്നിട്ട് ശരീരമാണ് നമ്മുടെ ബോധം, ഇതാണ് നമ്മുടെ അഡ്രസ്സ്, ഇതൊന്നല്ല നമ്മുടെ അഡ്രസ്സ് അല്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം ഗുരുവായൂർ ചെന്നപ്പോൾ തൊഴാൻ പോകാൻ നിർത്തിയില്ല, അത്രയും തിരക്ക്. അദ്ദേഹം പതുക്കെ എങ്ങനെ അകത്ത് കയറുന്ന തൊഴാം, ആരും പരിചയക്കാരുമില്ല. അദ്ദേഹം വേഗം തന്നെ വടക്കേ നടക്കെ ചെന്നു. വടക്കേ നടക്കെ ഇവിടെ കയറാൻ അവർ കയറ്റി വിടുക ചിലപ്പോൾ. അപ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് കയറ്റി വിടുക, അകത്തേക്ക് ഒന്ന് കയറി ഇപ്പത്തെ പോയി ഒന്ന് തൊഴിലിട്ട് പോകുന്നോളാമെന്ന് പറഞ്ഞു. അവർ ഞാനൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കെയർ ഓഫിൽ എന്തെങ്കിലും കാർഡോ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗുരുവായൂരപ്പൻ്റെ കെയർ ഓഫിൽ വന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ കയറി അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അറിയാം, ഞാൻ ഗുരുവായൂരപ്പൻ്റെ കെയർ ഓഫിൽ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ആ കാർക്കാരൻ പറഞ്ഞു, എന്നാൽ കയറി കുളം പറഞ്ഞിട്ട് ഇതാണ്. അപ്പം നമ്മളൊക്കെ ആരുടെ കെയർ ഓഫിലുള്ള ആളാണ്? ഗുരുവായൂരപ്പൻ്റെ കെയർ ഓഫിലുള്ളതാണ് അല്ലേ? അത് എനിക്കത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആ വാക്ക്. അപ്പം എന്താണെന്ന് വെച്ചാൽ അത് ആ ബോധം നമുക്കുണ്ടായാൽ മതി. നമ്മൾ അവിടുത്തെ കെയർ ഓഫിലാണ്. നമ്മുടെ വീടും നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും നമ്മുടെ ഗുരുവും നമ്മുടെ ഭാര്യയും ഭർത്താവും എല്ലാം ഈ ശ്രീലകത്ത് മിന്നുന്ന കണ്ണനാണെന്ന് നമ്മുടെ ബോധം വന്നാൽ എത്ര രസമായി നമുക്കല്ലേ? നമുക്കതല്ലാതെ കണ്ട് വരുന്നതാണ് നമുക്കുണ്ടാകുന്ന സകല ദുഃഖങ്ങൾക്കും കാരണം. അത് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അങ്ങ് എന്ന് പറയുന്ന ധാരാന്നറിയോ, ഈ ശരീരമല്ല എന്നുള്ള ബോധം നന്നായിട്ടുണ്ടാവണം. ഈ നശിക്കുന്ന ഈ മാറിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് കാരണമായ മരണത്തിന് കാരണമായ ഈ ശരീരമാണെന്നല്ല ബോധിക്കേണ്ടത്. ഞാൻ ഒരിക്കലും നശിക്കാത്ത ആത്മാവാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികളൊക്കെ അമൃതസ്യ പുത്രാന്ന് വിളിക്കുക, നമ്മളൊക്കെ അമൃതന്മാരെന്നാണ് വിളിക്കുക അല്ലേ? അല്ലാണ്ട് ഒരിക്കലും മൃതാന്നല്ല വിളിക്കുക. അങ്ങനെ ആരെങ്കിലും പേരിടാറുണ്ടോ? ഹേ മൃതന്മാരെ എന്ന് പറയാറുണ്ടോ? ഇല്ല, അമൃതസ്യ പുത്രാന്ന് വിളിക്കാം. നമ്മളൊക്കെ അമൃതന്മാരാണ്, ഒരിക്കലും മരിക്കാത്തവരാണ്. അത് തിരിച്ചറിയാൻ എളുപ്പമൊന്നും നടക്കില്ല കേട്ടോ. ഈ പറയുന്നത് പോലെ എളുപ്പമൊന്നല്ല അതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എത്രയോ കാലത്തെ ആ പരിശ്രമം കൊണ്ടാണ് ഞാൻ കണ്ണനാണ് എന്നുള്ള ബോധം നമുക്ക് ഉറച്ചു വരാം.
അതേവരെ നമുക്ക് ഉറക്കില്ല എന്നാണ്. അത് ഉറച്ചു വരുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ശാന്തി വരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ളതൊക്കെ എല്ലാം ശത്രുക്കളാണ്. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട്? നമ്മുടെ കണ്ണും മൂക്കും നാക്കും തൊട്ടും ചെവിയും എല്ലാം ശത്രുക്കളാണ്. കാരണം എന്താ? ഇവിടെ ഇന്ന് ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ വേണ്ടത്? അതല്ല, അതിലൊരാൾ പോയാൽ കണ്ണ് പറയും ഇത് കാണണ്ട, അങ്ങോട്ട് പോകും. എത്ര കണ്ണനെ ഇവിടെ വച്ചിരിക്കണത് അല്ലേ? ഈ കണ്ണനെ നമുക്ക് കാണാൻ പാടില്ലേ കണ്ണുകൊണ്ട് അല്ലേ? അതല്ലേ വേണ്ടത്? വിലോചനങ്ങളഞ്ചലതാഭാനിന്മൈ വിലോകനം ചെയ്തു ഫലമണയണം. ഈ മനോഹരമായിരിക്കുന്ന രൂപത്തിനെ കണ്ട് കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകണം. എന്തൊരു കണ്ണ, എന്തൊരു അഴകാ കണ്ണ! ഇതിനെ കാണാനല്ലേ നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തേ കുഴപ്പമെന്നറിയോ? അതിലെ പോകുന്നവരെയൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കുറ്റമല്ല, കണ്ണിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാ കണ്ണുകൊണ്ട് കാണുന്നതെന്ന് വിഷയമില്ല. അയാളിട്ടേക്കണ മാല എന്താണ്, ഡ്രസ്സ് എന്താണ്, കമ്മലെന്താണ്, ഇതൊക്കെ നോക്കും നമ്മൾ. നമ്മുടെ കണ്ണുകൾ പോവാത്ത വഴിയില്ല എന്നാണ്. വേണ്ടാത്തടത്തെല്ലാം ചെല്ലും, ചെല്ലാത്തവരിടത്ത് മാത്രമേ ഉള്ളൂ ഭഗവാന്റെ അടുത്ത് മാത്രം അല്ലേ? അതാണ് നമ്മുടെ ദോഷം. ഈ കണ്ണ് മാത്രമാണോ? അതുമല്ല, ചെവി അതിൻ്റെ വഴിക്ക് പോകും. ഇങ്ങനെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ വേണ്ടാത്ത വഴികളിൽ കൂടി പോകുന്നതെല്ലാം അവരെയൊക്കെ കള്ളന്മാരായിട്ടാണ് ഇവിടെ ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ നമ്മുടെ മനസ്സിനെ അപഹരിച്ചു കൊണ്ടുപോകണമെന്നാണ്. മനസ്സിനെ ഏതെല്ലാം വഴിക്ക് കൊണ്ടുപോയിട്ട് ഊരാക്കുടുക്കിലൊക്കെ കൊണ്ട് ചാടിക്കണില്ലേ? കണ്ടാലേ മതി, നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ കണ്ടാലേ മതി, അത് മനസ്സിൽ നിന്ന് പോവാത്ത ചിത്രം ഉണ്ടാക്കണില്ലേ? അത് മാത്രമാണ്. ഒരു ചിത്രം മാത്രമേ മനസ്സിൽ വരാണ്ടുള്ളൂ, അത് ഗുരുവായൂരപ്പൻ്റെ മാത്രം. ബാക്കി ആരെ കണ്ടാലും ഇവിടെ വന്നിരുന്നിട്ടപ്പോൾ എന്തായെന്നറിയോ? അന്ന് സപ്താഹത്തിന് കണ്ട് പരിചയപ്പെട്ടതാണ്, പിന്നെ ഞാൻ മറക്കില്ല അവരെ എന്നാണ്. ഗുരുവായൂരപ്പനെ ഓർത്ത സപ്താഹത്തിന് പോയിട്ട് അത് മാത്രം മനസ്സിൽ വരുന്നില്ല. ബാക്കി എല്ലാവരുടെയും ഇവിടെ ആരൊക്കെ വന്നിരിക്കുന്നുണ്ടോ അതവരുടെ രൂപമൊക്കെ നമ്മുടെ മനസ്സിൽ വന്നു. വരാത്ത ഒരേ ഒരു രൂപം ഭഗവാന്റെ മാത്രമേ ഉള്ളൂ അല്ലേ? അത്രയധികം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നല്ലൊരു ബോർഡുണ്ടെന്ന് വിചാരിച്ചേ, ആ ബോർഡിൽ നല്ലൊരു ചിത്രകാരൻ്റെ കയ്യിൽ നല്ല വെളുത്ത ബോർഡ്, അതിൻ്റെ കയ്യിൽ നല്ല പെയിൻറ്റോ അല്ലെങ്കിൽ ബ്രഷും ഒക്കെ കൊടുത്താൽ അതിലെന്തുണ്ടാവും? നല്ല കൃഷ്ണനെ വരയ്ക്കും അല്ലേ? നിറച്ചിങ്ങനെ കരുവിടാന്ന് വരച്ചിട്ടിട്ട് ഇതിലൊന്ന് കൃഷ്ണനെ വരയ്ക്കാൻ പറഞ്ഞാൽ അയാളെന്ത് പറയും? ഇതിൽ കൃഷ്ണനൊന്നും വരയ്ക്കാൻ പറ്റില്ല, ഇതൊന്ന് നന്നായിട്ട് വെളുത്ത് കിട്ടിയാൽ എന്തുണ്ടാവും? കൃഷ്ണനെ വരച്ചാൽ അല്ലേ? ഇത് തന്നെ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ട് മനസ്സ് നിറച്ച് വെച്ചിട്ടുണ്ടോ അതിലേക്ക് ആരും വരില്ല. കൃഷ്ണൻ്റെ രൂപം വരയ്ക്കാൻ പറ്റില്ല. എപ്പോൾ മനസ്സ് നേരെയായി വരണോ, നന്നായിട്ട് കണ്ണാടി പോലെ മനോഹരമാവണോ, അപ്പം നമുക്ക് ആരെ കാണാം? കണ്ണനെ കാണാൻ പറ്റും അല്ലേ? ഒരു പെൺകുട്ടി എന്നിട്ട് അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മേ ഈ എൻ്റെ മുഖം എത്ര മോശം, ഇങ്ങനെ കണ്ടുകൂടെ? കണ്ണാടിയിൽ നോക്കിയിട്ട് ഒക്കെ മോശമായിട്ടിരിക്കുന്നു, എൻ്റെ മുഖം അത്രയും അഴുക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ മുഖത്തിൻ്റെ കുഴപ്പമില്ല, നീ എന്ത് സുന്ദരിക്കുട്ടിയാ, ആ കണ്ണാടിയിലുള്ള അഴുക്കാണെന്ന് പറഞ്ഞു. അതങ്ങോട്ട് തുടച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഖം എന്ത് ഭംഗിയായിരുന്നു. അമ്മ കണ്ണാടി ഒന്ന് തുടച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു, ഹായ് ഞാൻ നല്ല സുന്ദരിയാണല്ലോ എന്നാണ്. അവൾ സുന്ദരിക്കുട്ടിയാണ്, പക്ഷേ കണ്ണാടിയിലെ അഴുക്ക് അവൾ വിചാരിച്ചു തൻ്റെ അഴുക്കാണെന്ന് വിചാരിച്ചു. ഇതേപോലെയാണ് അഴുക്ക് വന്നിരിക്കുന്നത് ശരീരത്തിനല്ല, നമുക്ക് പിന്നെ എവിടെയാണ്? മനസ്സിലാണ് അല്ലേ? ആ മനസ്സാകുന്ന കണ്ണാടി ഒന്ന് നേരെയാക്കാൻ, ശരീരം നേരെയാക്കാൻ, വൃത്തിയാക്കാനായിട്ട് പല തരത്തിലുള്ള സോപ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മനസ്സ് നേരെയാക്കാനായിട്ട് സോപ്പ് പൊടി ഇളക്കി കുടിച്ചാട്ട ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, അത് നേരെയാവില്ല അല്ലേ? അപ്പോൾ ശരീരത്തിന് ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇപ്പം നമുക്ക് ഈ ശരീരം ചൂടായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മതി? നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ നമുക്ക് നന്നായിരിക്കും അല്ലേ? നല്ല ഐസ് ഒക്കെ ഇട്ട് നല്ല വെള്ളമൊക്കെ കിട്ടിയാൽ എന്തൊരു സുഖമാണ് നമുക്കിപ്പോൾ കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് നല്ല AC റൂമിൽ പോയിരുന്നാൽ നമുക്ക് സുഖമായിരിക്കും. പക്ഷേ മനസ്സിങ്ങനെ ചൂടായിട്ടിരിക്കുമ്പോൾ തണുത്ത വെള്ളം കുടിച്ചാൽ മനസ്സിൻ്റെ ശാന്തി തീരുമോ? മനസ്സ് ശാന്താവുമോ? അതാവില്ല. അതിനാണ് കണ്ണൻ്റെ കഥകൾ കേൾക്കുന്നതെല്ലാം, ഭഗവത് കഥകൾ സ്മരിക്കുന്നതും കേൾക്കുന്നതും പാടുന്നതും എല്ലാം മനസ്സിങ്ങനെ ചുട്ടുപടുത്തിരിക്കുകയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അടുത്തേക്ക് തന്നാൽ മതി. അവർ പറയും, തൊട്ടാൽ വയ്യ എന്നെ, അത്രമാത്രം ഞാൻ മനസ്സങ്ങനെ വിഷമിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും. ചില ആൾക്കാർ പറഞ്ഞതാ, ഞാൻ ഇവിടെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രമാത്രം മനസ്സങ്ങനെ പിടിപിടുത്തുകൊണ്ടിരിക്കുകയാണ് അത്ര നമ്മുടെ. ആ മനസ്സിനെ ശാന്തമാക്കാൻ ഒരേ ഒരു മാർഗമുള്ളൂ. അതിനാണ് കണ്ണൻ്റെ കഥകൾ കേൾക്കുക അല്ലേ? ഇതല്ലാതെ കണ്ട് വേറെ എന്താ ഉള്ളത്? ഭാഗവതത്തിലൊരു വാക്കുണ്ട്, മനോവാരണ ക്ലേശതാവാഗ്നിദഗ്ധ അയം തൽ കഥാമൃഷ്ണപീയൂഷ നദ്യ മനോവാരണ ക്ലേശതാവാഗ്നിദഗ്ധ. മനസ്സിനെ ഒരു ആനയായിട്ടാണ് ഭാഗവതം പറഞ്ഞിരിക്കുക. സദേ തന്നെ ആനയ്ക്ക് ചൂട് പറ്റില്ല അല്ലേ? അങ്ങനെയുള്ള ആന എന്ത് ചെയ്തു? കറുത്തിരിക്കുന്ന ഒരു ആന നല്ലൊരു കാട്ടുതീയിൽ വന്ന് പെട്ടാൽ ആന എന്തുമാത്രം വിഷമിക്കും. അതിങ്ങനെ ചുട്ട് പെരുകി ഇത്തിരി വെള്ളം കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു എന്ന് പറഞ്ഞങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ
അതിനിത്തിരി തണുത്ത വെള്ളം മേത്ത് ഒഴിച്ച് ഇത്തിരി കുറേ കുടിക്കാനും കൂടെ കൊടുത്താലോ ആനയ്ക്കുണ്ടാകുന്നൊരു സുഖം എന്താ അല്ലേ? അതേപോലെയാണ് മനോവാരണ ക്ലേശദാവാഗ്നിദഗ്ധ. നമ്മുടെ മനസ്സാകുന്ന ആന എവിടെ പോയി കിടക്കുന്നു? ക്ലേശമാകുന്ന, ദുഃഖമാകുന്ന, ദുരിതങ്ങളാകുന്ന, രോഗങ്ങളാകുന്ന ആ കാട്ടുതീയിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മനസ്സിനൊരു സുഖം കിട്ടാൻ എന്ത് വേണം? അപ്പോൾ ഒന്ന് മാത്രം മതി. അയം ത്വൽകഥാമൃഷ്ടപീയൂഷനദ്യ. അവിടുത്തെ കഥകളാകുന്ന ആ അമൃത നദിയിൽ ഒന്ന് മുങ്ങി കുളിക്കാൻ സാധിച്ചാൽ നമുക്ക് എത്രയോ രസമായിട്ട് മാറും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങൾ, രഘുഗണന് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹം ഭരതയോഗീശ്വരൻ അവിടുന്ന് യാത്രയായി. കുറേ കാലം കൂടി അദ്ദേഹം ആ ശരീരം കൊണ്ട് നടന്ന അവസാനം അതും വിട്ട് വിഷ്ണു പരമപദം, ആ പരമപദത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള കഥയോട് പറഞ്ഞു. രഘുഗണനും അല്പനേരം വേണ്ടി വന്നുള്ളൂ. ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം മറന്നു അദ്ദേഹം. അല്പനേരെ ഒരു സജ്ജനൻ്റെ ഒപ്പം ചേരേണ്ടതുള്ളൂ, ഒരു ഗുരുനാഥനോടൊപ്പം ചേരേണ്ടതുള്ളൂ. ആ അനുഭവത്തോടു കൂടി അങ്ങോട്ട് ചേർന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ശരീരത്തിൻ്റെ, തൻ്റെ സ്ഥാനമാനങ്ങളുടെയൊക്കെ നിസ്സാരത ബോധ്യം വന്നു. ആത്മസ്വരൂപത്തിൻ്റെ സത്യത്വം ബോധ്യപ്പെട്ടതോടുകൂടി എല്ലാം വിട്ട് അദ്ദേഹം ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഭൂമിയെക്കുറിച്ച് പറഞ്ഞു. 7 സമുദ്രങ്ങളും 7 വൻകരകളും ഉള്ളതായിരിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും നല്ല ദ്വീപാണ് ഏഷ്യൻ ഭൂഖണ്ഡം എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഈ ജംബൂദ്വീപ്. ആ ഏഷ്യൻ ഭൂഖണ്ഡത്തിലല്ലേ നമ്മളൊക്കെ താമസിക്കുന്നത്. അതിനെ 9 ഭാഗിച്ചിട്ടുണ്ട്. ഇളാവൃതം, കേതുമാലം, ഭദ്രാശ്വം, ഹരിവർഷം, കിംപുരുഷവർഷം, ഭാരതവർഷം, അതുപോലെ രമ്യകം, ഹിരണ്മയം, ഉത്തരകുതു. ഇങ്ങനെ 9 വർഷങ്ങളായി. ഇപ്പോൾ 9 ഒന്നല്ല, അപ്പോൾ അതൊക്കെ ഭാഗിച്ചു പോയിട്ടുണ്ടല്ലോ. പാകിസ്ഥാനും ഒക്കെ വിട്ടുപോയതുപോലെ ധാരാളം രാജ്യങ്ങളായി. അന്ന് രാജ്യം എന്നല്ല പറയാം, വർഷം എന്നാണ് പറയാം. ഇങ്ങനെ 9 വർഷങ്ങളോട് കൂടിയിട്ടുള്ള ഏഷ്യൻ ഭൂഖണ്ഡത്തിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും ആ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത് വിടർന്നു നിൽക്കുന്ന താമരപ്പൂ പോലെ മനോഹരമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ ഓരോരുത്തരും ഓരോ രാജ്യത്തിലും ഓരോ തരത്തിലാണ് ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത്. ചിലവർ കർമ്മമായിട്ട്, ചിലവർ ബ്രഹ്മമായിട്ട്, ചിലവർ വായുവായിട്ട്, ചിലവർ അതേപോലെ തന്നെ അഗ്നിയായിട്ട്, ജലമായിട്ട്, ഇങ്ങനെ ഏത് തരത്തിൽ വേണം. ഇവിടെ പറഞ്ഞു ഏത് തരത്തിലാണെങ്കിലും മനസ്സ് എവിടെ എത്തിയാൽ മതി? ഭഗവാന്റെ അടുത്ത് എത്തിയാൽ മതി. ശിവനായിട്ടോ വിഷ്ണുവായിട്ടോ വായുവായിട്ടോ ഏതെങ്കിലും രൂപത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭൂപ്രദേശമാണ് നമ്മുടെ ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ഭാരതഭൂമി. ഭാരതഭൂമിയിൽ എത്ര നദികൾ, എത്ര തടാകങ്ങൾ, എത്ര ക്ഷേത്രങ്ങൾ, എത്ര ആശ്രമങ്ങൾ, ഇങ്ങനെ എത്ര പർവ്വതങ്ങൾ, എല്ലാം കൊണ്ടും മനോഹരമാണ് നമ്മുടെ ഭാരതഭൂമി. ഭാരതഭൂമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നും നല്ല സുന്ദരമായിരിക്കുന്ന കഥകൾ, ഉത്സവ കാഴ്ചകൾ, ഭക്ഷ്യപേയങ്ങൾ, നല്ല കാലാവസ്ഥ, അതുപോലെ തന്നെ സുന്ദരമായിരിക്കുന്ന കലകൾ, ഇങ്ങനെ എന്ത് വേണ്ട ജീവിതോപാധികൾ, മാനസികമായിരിക്കുന്ന സ്വാതന്ത്ര്യം എല്ലാം നോക്കിക്കോളും. അതുകൊണ്ടല്ലേ മറ്റുള്ളവരൊക്കെ കൂട്ടമായിട്ട് ഇങ്ങോട്ട് വരാനുള്ള കാരണം. ഇവിടുത്തെ പോലെ ഒരു സുഖം ഈ ലോകത്ത് വേറൊരിടത്തും കിട്ടില്ല എന്നാണ്. അത്രയും മനോഹരമായിരിക്കുന്ന ഈ ഭാരതഭൂമി. അതുമാത്രമല്ല ഇത്രയധികം തിരുനാമം ജപിക്കുന്ന ഒരു സ്ഥലമില്ല, ഭഗവാനെ ആശ്രയിക്കുന്ന മറ്റൊരു ലോകമില്ല എന്നാണ്. അതുകൊണ്ട് ദേവന്മാർ പോലും പറയണു, ഞങ്ങൾക്ക് ദേവലോകം വേണ്ട കണ്ണ, ഞങ്ങൾക്ക് ആ ഭാരതഭൂമിയിൽ കലികാലത്തിൽ പ്രത്യേകിച്ച് ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ മതി. അങ്ങനെയെങ്കിലും ഇവിടെ ഇരുന്നാൽ അല്പകാലം നാമം ജപിച്ചാൽ കൂടി എന്തെന്നില്ലാത്ത ഫലം കിട്ടുന്നു. അതുകൊണ്ട് ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിക്കാൻ ഭാഗ്യം ഉണ്ടാവണേന്ന് ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നു. നമ്മളങ്ങനെയല്ല, ഈ നരകത്തിൽ നിന്നു കരകേറ്റിയിടണം തിരുവയ്ക്കം വാഴും ശിവശംഭോ. ദേവന്മാർ പറഞ്ഞു അതല്ല സുഖം, ഈ ഭാരതഭൂമിയാണ് ഏറ്റവും സുഖം എന്ന് പറയാം. അതുകൊണ്ട് ഈ ഭാരതഭൂമിയിൽ ജനിക്കാൻ പറ്റിയ നമ്മൾ ഓരോരുത്തരും എത്രയോ പുണ്യം ചെയ്തവരാണ്. മറ്റ് രാജ്യങ്ങളിൽ, മറ്റു ലോകങ്ങളെ പോലെയല്ല നമ്മുടെ ഭാരതഭൂമി. എത്രയധികം ക്ഷേത്രങ്ങൾ, ആ വേദത്തിൻ്റെ നാടാണ്, ഋഷിമാരുടെ നാടാണ്, ഉപനിഷത്തിൻ്റെ നാടാണ്, അല്ലേ, പുരാണങ്ങളുടെ നാടാണ്. ഇവ നോക്കിയാൽ എന്തെല്ലാം നമുക്ക് എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ ആനന്ദം അനുഭവിക്കാൻ ഇവിടേക്കാണ് വന്നത്. എത്രയോ വിദേശികൾ ഇവിടെ വന്ന് ആനന്ദം അനുഭവിച്ചിട്ട് പോകുന്നു. നമുക്ക് അതിൻ്റെ മഹിമ അറിയില്ല എന്നാണ്. അതുകൊണ്ട് ആയുർവേദമാണെങ്കിലും ധനുർവേദമാണെങ്കിലും ഇത് വേണ്ട, എന്ത് വിദ്യകൾ വേണം അതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ഭാരതഭൂമിയിൽ വരണം, അല്ലേ. ആ ലോകത്തിനെ കുറിച്ച് പറഞ്ഞു. മേപ്പോട്ടേക്ക് സൂര്യൻ വരെയുള്ള ലോകങ്ങളെക്കുറിച്ച് 3 അധ്യായം കൊണ്ട് പറഞ്ഞു. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും
എല്ലാം ഒരു മുതലേ പോലെ അല്ലെങ്കിൽ ഇതാ ഭഗവാന്റെ മാവിടത്തിലെ ഒരു മാല പോലെ കിടക്കണമെന്നാണ്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം കോടാനുകൂടി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടത്ര. എല്ലാം ഭഗവാന്റെ കൂടെയാണ്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് സർവഗ്രഹരൂപി പരാൽപര. എല്ലാ ഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്ന ആൾ ഈ അകത്തിരിക്കുന്ന ആളാണ്. നമ്മൾ എന്തുണ്ടാവുന്നു? ശനി കാലാണ് അത്ര. കണ്ടകശനിയാണെന്ന് പറഞ്ഞാൽ ശനിയുടെ പ്രതിഷ്ഠ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്നു. വ്യാഴദശയാണെന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ പിന്നാലെ പോകുന്നു. വെള്ളിദശ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെന്നറിയില്ല, വെള്ളിയുടെ പിന്നാലെ പോകുന്നു. ഇങ്ങനെ ഓരോരുത്തേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാഗവതം നമ്മളോട് പറഞ്ഞു, ഈ ഗ്രഹനക്ഷത്രങ്ങളെ മുഴുവനും ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരേ ഒരു ഭഗവാൻ തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ആ ഭഗവാനെ ഭജിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് 23-ാമത്തെ അധ്യായത്തിൽ ഒരു മന്ത്രം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. എന്താണെന്നറിയോ? എന്തെല്ലാം കാലക്കേടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറി കിട്ടുന്ന പറയാം. ഒരു ചെറിയ മന്ത്രം ശ്രീശോഭ്രമഹർഷി പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രാദികളെയും എല്ലാം നമുക്ക് ഒന്ന് സ്മരിച്ചാൽ മതി എന്നാണ്. അതുകൊണ്ട് തന്നെ പാപാവഹം മന്ത്രകൃതാം ത്രികാലം നമസ്യത സ്മരതോ വാ ത്രികാലം നശ്യേതൽ കാലജം ആശുപാവെന്നാണ്. പഞ്ചമസ്കന്ധത്തിലെ 23-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിലാണ് മന്ത്രം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, കാലക്കേടുള്ളവർ ഈ ചെറിയ മന്ത്രം ഒന്ന് ചൊല്ലിയാൽ മതി. മന്ത്രം ഒന്ന് ചൊല്ലാം. എല്ലാവരും ഒന്ന് കൂടെ വരുമോ? ചൊല്ലിത്തരാം. ഓം നമോ ജ്യോതിർലോകായ, ഓം നമോ ജ്യോതിർലോകായ, കാലായനായ അനിമിഷാം പതയേ മഹാപുരുഷായ അഭിധീമഹി നമോ ജ്യോതിർലോകായ കാലായനായ അനിമിഷാം പതയേ മഹാപുരുഷായ അഭിധീമഹി നമോ ജ്യോതിർലോകായ കാലായനായ അനിമിഷാം പതയേ മഹാപുരുഷായ അഭിധീമഹി. വേണമെങ്കിൽ എഴുതി നമുക്ക് ഇവിടെ കൊടുക്കാം. എഴുതി വാങ്ങിച്ചോളൂ. എന്നിട്ട് എന്നും ചൊല്ലിക്കോളൂ. ഗ്രഹശാന്തി മന്ത്രം എന്നാണ് ഇതിന് സജ്ജനങ്ങൾ പറയുക. അപ്പോൾ അത് ജപിക്കുന്നത് വളരെ വിശേഷമായിട്ട് പറഞ്ഞു. കാലക്കേടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടട്ടെ. അപ്പോൾ നമ്മളൊക്കെ കാലക്കേട് അനുഭവിക്കുന്നവരാണെങ്കിൽ അതെല്ലാം മാറി കിട്ടാൻ നല്ലതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പിന്നീട് ഇതാ ഭൂമിക്കടിയിലേക്ക് അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്നുള്ള പല ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവിടെ ഇരിക്കുന്നവരും എന്ത് ചെയ്യണമെന്നറിയോ? സദാ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നീടാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 14 ലോകങ്ങളെയും താങ്ങിക്കൊണ്ടൊരാളുണ്ട്. ആളുടെ പേരാണ് അനന്തൻ. ആ അനന്തൻ്റെ തർപ്പത്തിലാണ് ആരിയിരിക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അനന്തൻ്റെ ശക്തി എത്രയാണ്? ഒരു കടുകുമണിയെ പോലെ തൻ്റെ ഭണങ്ങൾ ഒന്നിൽ വെച്ചുകൊണ്ടിരിക്കണമെന്നാണ് ഈ ഏകകുണ്ടലധരനായിരിക്കുന്ന അനന്തമൂർത്തി. ആ അനന്തതൽപ്പത്തിലാണ് ഭഗവാൻ ശയിക്കണമെങ്കിൽ അപ്പോൾ ഭഗവാന്റെ വലിപ്പം പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത്. അപ്പോൾ ആ അനന്തൻ എത്രയോ അനന്തകാലമായിട്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ചിട്ടും ഒരിടത്ത് എത്തണില്ലാന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ രാജാവ് ചോദിക്കുകയാണ് വീണ്ടും, ഗുരുനാഥ എവിടെയാണ് നരകം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരധ്യായം കൊണ്ട് 28 നരകങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവസാനത്തെ അധ്യായം 26-ാമത്തെ അധ്യായം ലോകത്തിനെ കുറിച്ച് പറയാം. ഇത് പറയേണ്ട ആവശ്യമുണ്ടായിട്ടല്ല, കാരണം നമുക്ക് ഒരു ഭയം ഉണ്ടാവണം. അധർമ്മത്തിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നരകം എന്നൊരു ലോകം ഉണ്ടെന്ന് പറയുന്നത്. അത്രയുവ നരക സ്വർഗ. ഭാഗവതം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തന്നെയാണ് നരകവും സ്വർഗവും അല്ലേ. എല്ലാം ഇവിടെ തന്നെയാണ്. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നാഗവും നരകവും ആരുണ്ടാക്കുന്നതാണ്? നമ്മളുണ്ടാക്കുന്നതാണ്. അല്ലാണ്ട് അത് മറ്റൊരാൾ നമുക്ക് തരുന്നതല്ല. ഇങ്ങനൊരാൾ തരാനില്ല എന്നാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് സ്വർഗമായിട്ടും നരകമായിട്ടും തരിക. അപ്പം നമ്മൾ അനുഭവിക്കുന്നത് സ്വർഗീയ സുഖമാണ്. ഭാഗവതത്തിൻ്റെ മുമ്പിൽ കണ്ണൻ്റെ തിരുമുറ്റിൽ തിരിഞ്ഞ് ഭാഗവതം കേൾക്കുന്നു, വായിക്കുന്നു, പറയണം അല്ലേ. അവിടുത്തെ പ്രസാദം കഴിക്കുന്നു. എന്തൊരു സ്വർഗീയ സുഖം എന്നറിയോ? ഇത് തീരുന്നത് എപ്പോഴാണെന്നറിയോ? ഇനി 6-ാമത്തെ ദിവസമാകുമ്പോൾ നിങ്ങൾ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ നോക്കിക്കോളൂ. മറ്റന്നാളത്തെ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും. നാളത്തെ മറ്റന്നാളത്തെ കഴിയുമ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിടക്കുക. വെറുതെ പറഞ്ഞതല്ല.
അതേപോലെ നമുക്കത് തോന്നില്ല. 6ാമത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോൾ നാളെ ഉച്ചയ്ക്ക് നമുക്ക് തീരുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു ആന്തൽ വരും നമുക്ക്. കാരണം ഈ സുഖം നമുക്ക് കുടുംബത്തിൽ ഇരുന്നാൽ കിട്ടില്ല എന്നർത്ഥം. അത്രയും ആനന്ദമാണ്. നമ്മൾ ഇത് തീരുമ്പോൾ നമ്മളറിയാം എത്ര ദിവസം, 7 ദിവസം പോയത് അറിഞ്ഞില്ലല്ലോ. കാരണം എത്രമാത്രം നമ്മൾ ആനന്ദം അനുഭവിച്ചു. അതാണ് ഈ തിരുമുറ്റത്ത് വന്നിരിക്കുമ്പോൾ ഉള്ള ഒരു സുഖം. ഭാഗവതത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് ഒരാനന്ദം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സ്വർഗ്ഗമാണ് അനുഭവിക്കുന്നത്. ഇവിടുത്തെ കഴിഞ്ഞ് നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് നരകത്തിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് ഭാഗവതം പറഞ്ഞു എപ്പോഴും ആ ആനന്ദത്തിൽ തന്നെ കഴിയൂ, ആനന്ദത്തിൽ ജീവിക്കൂ എന്നാണ്. എപ്പോഴും ആനന്ദമായിട്ട് ജീവിക്കാറാവണം, സന്തോഷത്തോടു കൂടി കഴിയാറാവണം. അതാണ് കണ്ണൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരിക. കണ്ണൻ ഒരിക്കലും കരയാറില്ല. അമ്മയുടെ മുമ്പിൽ കള്ളക്കരച്ചിൽ കാണിച്ചു, ഗോപികമാരുടെ മുമ്പിലൊക്കെ കള്ളക്കരച്ചിൽ കാണിക്കുന്നല്ലാണ്ട് കണ്ണൻ ഒരിക്കലും കരയില്ല. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ആ വേണുഗാനം ഒഴുക്കി ഇങ്ങനെ ഓടി നടക്കും. എന്താണെന്നറിയോ? എല്ലാവരും എന്നെ പോലെ ആവട്ടെ എന്നാണ്. എല്ലാ ജീവരാശികളെയും അതേപോലെ ആനന്ദിപ്പിച്ചില്ലേ? ആ ആനന്ദം കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ മതി. നമ്മുടെ മനസ്സുകൊണ്ടും അങ്ങനെ സാധിച്ചാൽ ആ ആനന്ദം, കണ്ണനെ ഭജിക്കണതെല്ലാം നമ്മുടെ ജീവിതത്തിലും ആ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രം മതി. അപ്പോൾ സ്വർഗം നരകത്തിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ടെന്നാണ് ഭാഗവതത്തിൻ്റെ വാക്ക്. ഭാഗവതത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെ നരകം വരുന്നത് അല്ലേ? നരകൻ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ പേരാണ് നരകം. അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആളുകളെ ഒന്ന് നോക്കിക്കോളൂ, മെഡിക്കൽ കോളേജിലോ ഹോസ്പിറ്റലിലൊക്കെ പോരെ എത്രയോ ആളുകളെ കയ്യും കാലുമൊക്കെ കെട്ടിയിട്ട് തൂക്കിയിട്ടും ഓപ്പറേഷൻ ചെയ്തും എന്തെല്ലാം തരത്തിൽ നരകയാതനകൾ ഇനി കുടുംബത്തിലിരിക്കുന്നവരെ കാണുന്നില്ലേ നമ്മൾ? എത്രയോ ആളുകൾ അല്ലേ നരകമായിട്ട് മാറിയത്. മക്കളെ കൊണ്ട് അല്ലെങ്കിൽ ബന്ധുക്കളെ കൊണ്ട് നാട്ടുകാരെ കൊണ്ടൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, എത്രയോ നരകം അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അപ്പോൾ ഈ നരകങ്ങളൊക്കെ അനുഭവിക്കാണ്ടിരിക്കാനുള്ള ഒരു മാർഗം നമ്മുടെ മനസ്സിൽ ഈശ്വര ചിന്ത നിറഞ്ഞു വരിക. അത് മാത്രം മതി. അത് എത്രമാത്രമുണ്ടോ അത്രയും നമ്മുടെ നരകയാതനകളൊക്കെ കുറഞ്ഞു വരും. അതിന് ഇനി ഈ കലികാലത്തിൽ പൂജയും ഹോമവും യാഗവും ഒന്നും ആവശ്യമില്ല. അതിനൊന്നും വലിയ ഫലമില്ലാതെ കണ്ടായി കലികാലത്തിൽ നാമസങ്കീർത്തനം മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ നിർത്താം. ആ നാമത്തിൻ്റെ മഹിമയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അജാമളൻ്റെ കഥയൊക്കെ 10 മിനിറ്റ് നിർത്തിയിട്ട് നമുക്കതൊക്കെ അനുസ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.